നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. സന്തോഷത്തോടെ, സ്നേഹത്തോടെ നിങ്ങളേവരെയും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാന് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിൽ എഴുതിയ കുറേ കഥകളിൽ കുറച്ച് മാത്രം പബ്ലിഷ് ചെയ്ത ആ കവിതാ സമാഹാരത്തിൽ ഞാനൊരു 6 വരി കവിത എഴുതിയിരുന്നു. അതൊന്ന് നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കാം, എവിടെയെങ്കിലും നിങ്ങൾക്ക് കണക്ട് ആവുന്നുണ്ടോ എന്നുള്ളത്. ചെറിയൊരു കവിതയാണ്. ഗണിതം എന്ന് പറഞ്ഞിട്ട്. ഗുണനത്തിൽ സന്തോഷവും ഹരണത്തിൽ സങ്കടവും കൂട്ടലിൽ ചിരിയും കിഴിക്കലിൽ ദുഃഖവും ഗണമായി ഗണിതം ജീവിതത്തെ ഗണിച്ചെഴുതുന്നു. മാത്സ് അറിയുന്നവർക്ക് ആലോചിക്കാം. ഗുണിക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും, ഹരിക്കുമ്പോൾ നമുക്ക് സങ്കടമാകും, അല്ലേ? കൂട്ടുമ്പോൾ നമുക്ക് ചിരി ഉണ്ടാകും, കിഴിക്കുമ്പോൾ നമുക്ക് ദുഃഖവും ഉണ്ടാകും. ഗണമായ ഗണിതം ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഗണിതം നടക്കുന്നത്. ആ ഗണിതം ആണ് ജീവിതത്തെ ഗുണകരമാക്കി അല്ലെങ്കിൽ ഗണിച്ചെടുക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക. ഇത് പറയാനുള്ള പ്രധാന കാരണം, നമ്മൾ പലപ്പോഴും ഗുണിക്കുമ്പോൾ ഇരട്ടി, അത് ഇരട്ടിയാവും. ഓക്കെ, അത് തന്നെയാണ്. അപ്പൊ ഇത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാടുകൾക്കാണ് ഏറ്റവും കൂടുതൽ വിഷയമുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന 90% വിഷയങ്ങളും ഈ ഗണന ഹരണ കിഴിക്കലിലും കൂട്ടലിലുമുള്ള തെറ്റായ അല്ലെങ്കിൽ തെറ്റുത്തരങ്ങളാണ്. നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും ജീവിതത്തെ ഓരോ ദിവസവും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ട് സംഭവിക്കുന്നു. അത് കുറെ ഡീപ്പായിട്ട് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതല്ല, നമ്മൾ എന്ന് തന്നെയാണ് കറക്റ്റ്. പക്ഷെ അതിങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ പോയി പോകുന്നേ ഉള്ളൂ. നമ്മൾ അങ്ങനെയാണല്ലോ സംസാരിക്കാവുന്ന രീതി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണക്കുകൾ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. കണക്ക് ശരിയാക്കി കഴിഞ്ഞാൽ ജീവിതവും ശരിയാകും എന്ന് പറയാനുള്ള പ്രധാന കാരണം, മറ്റു ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാതെ ഇതൊക്കെ ഓർത്തു. ഇതൊക്കെ എപ്പോഴോ എഴുതിയതാണ്, ഞാൻ എഴുതി പബ്ലിഷ് ചെയ്യുന്നു. എല്ലാം ഓർത്തു വെക്കാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷെ ഇത് വന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ഇങ്ങനെ ഒന്ന് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് നോക്കിയപ്പോഴും എടുത്തു വന്നു. നിങ്ങൾക്ക് നോക്കാം, ഇതുപോലെ 2-3 ഇവിടെ ഉണ്ട്. ഞാൻ മറ്റൊന്നും പറയാം. ഇന്നലെയും ഇന്നും, ഇങ്ങനെ ഒരു കവിതയുണ്ട്, ഇന്നലെയും ഇന്നും. അത് നിങ്ങൾക്ക് ഓരോ ആൾക്കും ഇപ്പോൾ ഹാപ്പിനെസ് മാസ്റ്ററിൽ വന്നതിന് ശേഷം നിങ്ങൾ നമ്മൾ ഓരോ ആൾക്കാരും ദിവസേന ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അതും ഇതുപോലെ 6 വരിയേ ഉള്ളൂ. വളരെ ലളിതമാണ്. ഇന്നലെ ഇന്ന് അവരെന്നെ പറ്റി എന്ത് ചിന്തിച്ചിരുന്നു എന്ന വ്യാകുലതയോടെ ഞാൻ എൻ്റെ ഇന്നലകളെ ദുഃഖമാക്കിയെങ്കിൽ ഞാൻ എന്നെ ഓർത്ത്, ബാക്കി നിങ്ങൾ താഴെ എഴുതുക, എന്താക്കി മാറ്റണം, എഴുതിക്കോളൂ. സന്തോഷിക്കുന്നു. ഞാൻ എന്നെ ഓർത്ത് സന്തോഷിക്കുന്നു. സന്തോഷമാക്കിടാമെന്ന്, സ്നേഹ നിർമ്മലമാക്കിടാമെന്ന്. ഇന്ന് മതി നമുക്കല്ലേ? ഇന്നലകളെയെല്ലാം നമുക്ക് മറക്കാം. വ്യാകുലപ്പെട്ടു, ശരിയാക്കി വ്യാകുലപ്പെട്ടു, ഇത് മനസ്സിലായി. ഇനി നമുക്ക് ജീവിതത്തെ സ്നേഹ നിർമ്മലമാക്കിടാം. റെഡിയാണോ എല്ലാവരും? ഇനി നമ്മുടെ ജീവിതത്തെ സ്നേഹ നിർമ്മലമാക്കിയിടാൻ റെഡിയാണോ? ടൈപ്പ് ചെയ്ത് റെഡിയാണെങ്കിൽ റെഡിയാണ്, ടൈപ്പ് ചെയ്തോ, എടുത്തോളൂ ക്യാപ്സൂൾ. യെസ്, ഇങ്ങനെയുള്ള ചെറിയ കുരുത്തക്കേടുകളാണ് ഈ പുസ്തകത്തിലുള്ള. ഏതായാലും കോപ്പി തീർന്നു. ഇനിയിപ്പോ 3ാമത്തെ എഡിഷൻ വരണം. കുറച്ച് 10-15 പുസ്തകങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ തോന്നുന്നത്. എനിക്ക് ഇവിടെയാണ്, ഞാൻ തൃശ്ശൂർ വരുമ്പോൾ വേണ്ടവർക്ക് കൊണ്ടുവരാം. എൻ്റെ അടുത്ത് ഇവിടെയല്ല, നാട്ടിലില്ലാന്ന് തോന്നുന്നു. നാട്ടിലെ തീർന്നിരിക്കും, പുതിയ കോപ്പി അടിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ്. ഞാൻ ഇന്നലെ നോക്കിയപ്പോഴാണ് ചിരിയെ പറ്റിയിട്ട് ഒരു 36 ലൈൻ എഴുതിയിട്ടുണ്ട്. ചിരി മാത്രം. 36, 48 വരികളുണ്ട്. ചിരിയെ മാത്രം പറഞ്ഞുകൊണ്ട്. അത്രയ്ക്ക് കാര്യമുണ്ടോ ഈ ചിരിയിൽ, അല്ലേ? 48 വരികൾ എഴുതാൻ പറ്റി ചിരിയുണ്ടോ? ഉണ്ട്. നമ്മൾ 4 ചിരിയും ഉണ്ടാവും. ഒരു 100 എഴുതാനും ചിരിയിലുണ്ടാവും കേട്ടോ. അപ്പോ പലതരം ചിരികളുണ്ട്.
ചിരികൾ പല പല ചിരികളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. കുറെ ദിവസമായി നിങ്ങളുടെ ഷെയറിങ് തുടങ്ങിയിട്ട് ഈ 111 പോർട്ടൽ അല്ലെങ്കിൽ 41 പോർട്ടൽ നമ്മൾ ഓപ്പൺ ആക്കിയതിന്റെ മാജിക്കുകൾ ബാക്കിയുണ്ട്. എനിക്കും ഉണ്ട്, എനിക്കും ഭയങ്കര മാജിക്കുകളായിരുന്നു. നിങ്ങൾ അന്ന് തന്നെ ഞാൻ പലപ്പോഴും ഇരുന്ന് ആലോചിച്ചു, അന്നത്തെ കണ്ടിരുന്നോ നിങ്ങൾ? അന്നത്തെ മെഡിറ്റേഷൻ തന്നെ കണ്ടിരുന്നോ? 111 ആൾക്കാരുടെ കളിയായിരുന്നു. 112 വരുന്നു, എക്സിറ്റ് ആവുന്നു. 111ൽ ഒരാൾ പോലും കുറയാതെ ആ മെഡിറ്റേഷൻ മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ആക്കി. അതിന്റെ റിസൾട്ടുകൾ പറയാനുണ്ടാവും ആൾക്കാർക്ക്. അതുപോലെ ഇതിനു മുമ്പത്തെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുത്ത റിസൾട്ടുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, റിസൾട്ടുകൾ ഇപ്പൊ തൽക്കാലത്ത് നമ്മൾ സമയപരിമിതി കൊണ്ട് എടുക്കാറില്ല. ഇന്ന് നമുക്കത് സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു കാര്യം കൂടി പഠിപ്പിക്കാം. പറയാനുള്ളവർ ആരാന്ന് വെച്ചാൽ അൺമ്യൂട്ട് ചെയ്തോളൂ പെട്ടെന്ന്, 1 by 1. സാറേ ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ശോഭന പറഞ്ഞു. ഞാൻ അന്നത്തെ മെഡിറ്റേഷൻ നമ്മൾ 7:45 അമ്മയുടെ ആക്സിഡന്റ് വിവരം അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ഉറപ്പൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഫുള്ളായിട്ട് ആ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റി സാർ. ഞാൻ ട്രെയിനിലായിരുന്നു, എനിക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലായിരുന്നു. ഒരു സീറ്റിൽ ഞാൻ മാത്രം ഫുള്ളായിട്ട് ആ മെഡിറ്റേഷൻ ചെയ്തു. കണക്ഷൻ കട്ടായതില്ല, ഒന്നുമില്ല. സാധാരണ നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ കണക്ഷൻ കട്ടാവും. ഇത് മെഡിറ്റേഷൻ ഫുള്ളായി എനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ എനിക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഞാൻ ഹോസ്പിറ്റലിലെത്തി, അമ്മയുടെ അടുത്തെത്തി. ഇപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ് ഈ ടൈമിൽ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് കുറവുണ്ട്, സ്റ്റിച്ചൊക്കെ ഉണങ്ങി തുടങ്ങി. നാളെ ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞു. ഓക്കെ സാർ, താങ്ക് യു. ക്ലാസ്സിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളാണ് ഇതെല്ലാം. പെട്ടെന്ന് അമ്മയ്ക്ക് കൺട്രോൾ. ആവട്ടെ, പ്രാർത്ഥിക്കാം. ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അടുത്ത ആരാ സംസാരിക്കാനുള്ളത്? ജാനകി മണി എനിക്ക് പറഞ്ഞു. സാർ അതില സാറേ, എനിക്ക് അതിനുശേഷം ഞാൻ കാണുന്ന എല്ലാം ഏജന്റ് നമ്പേഴ്സ് ആണ്. 1111 ഡെയിലി കാണും. പിന്നെ എനിക്ക് ആ പിറ്റേ ദിവസം തന്നെ പിന്നെ ബാങ്കിൽ നിന്ന് അലവൻസ്, ഫീൽഡ് അലവൻസ് അലോട്ട് ചെയ്ത് കിട്ടി സാർ. അത് എനിക്ക് PII. അതുപോലെ പിന്നീട് ഞാൻ ആ മെഡിറ്റേഷൻ സമയത്ത് ശേഷം ഞാൻ ലക്ഷ്യം വെച്ചത് മിക്കതും എനിക്ക് സാധിച്ചു കിട്ടുന്നുണ്ട്. ഞാൻ റൈറ്റ് പാത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി സാർ. എപ്പോഴും മൊബൈൽ സ്ക്രീനിലായാലും എപ്പോഴും 111, അതുപോലെ ലാപ്പില് ടൈം 1111 എപ്പോഴും കാണുന്നുണ്ട്. നല്ല നല്ല റിസൾട്ടാണ് സാർ മെഡിറ്റേഷൻ ശേഷം ഉണ്ടാകുന്നത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് അതുപോലെ തന്നെ ഇന്ന് ഒരാള് നമുക്ക് ഒരു എമൗണ്ട് അയച്ചു തന്നു. ചാരിറ്റിക്കോ ഗുരുദക്ഷിണ എന്ത് വേണമെങ്കിലും എടുത്തോളൂ. എന്റെ സന്തോഷം സാറിന്റെ ക്ലാസ്സിൽ വന്നതിന് ശേഷം അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും പറയാതിന് ശേഷം എനിക്ക് കിട്ടിയ വലിയ സമ്മാനങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾക്ക് പ്രത്യുപകാരമായിട്ട് ഒരു എമൗണ്ട് അയച്ചു തന്നിട്ട് പറഞ്ഞു. കാരണം പറഞ്ഞത് അവർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, അത് കിട്ടുമെന്ന് വിചാരിക്കാത്ത ഒരു കാര്യം. അങ്ങനെ ആ കമ്പനിയിൽ തന്നെ അങ്ങനെ ഒരു പോളിസി പോലും ഇല്ല. പക്ഷെ ഇവര് സംസാരിച്ച് അഫർമേഷൻ എഴുതി സംസാരിച്ചപ്പോ ആ കമ്പനിയിൽ ഇല്ലാത്ത പോളിസി തന്നെ അവർ മാറ്റി ഇവർക്ക് ഒരു കാശ് അലോട്ട് ചെയ്ത് കൊടുത്തു എന്നവർ. അപ്പൊ അതിന്റെ സന്തോഷം അവർ പറഞ്ഞിരുന്നു. ഞാൻ പേരൊന്നും ഇപ്പൊ പരാമർശിക്കുന്നില്ല, കാരണം അതില് അങ്ങനെ ആവാൻ ഇവിടെയുള്ള 2 വ്യക്തികൾ തമ്മിൽ കാര്യമായതുകൊണ്ട് ഞാൻ രണ്ടുപേരെയും പരാമർശിക്കുന്നില്ല. ഏതായാലും സന്തോഷമാണ്. ഇങ്ങനെ എനിക്ക് കാശ് വന്നതിനും സന്തോഷം. അത് താങ്ക് യു, അത് വെരി മച്ച്. അത് പറയണമല്ലോ, താങ്ക് യു വെരി മച്ച്. അത് 1 രൂപ കിട്ടിയാലും 1 ലക്ഷം കിട്ടിയാലും 5 ലക്ഷം കിട്ടിയാലും എനിക്ക് ഒരേപോലെ സന്തോഷമാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അയക്കാം, ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കും. എനിക്ക് അങ്ങനെ യാതൊരു തര ഇതുമില്ല. എത്ര കിട്ടിയാലും വാങ്ങിക്കാൻ ഇവിടെ റെഡിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കോടികൾ എനിക്കും തരിക, ഞാൻ സ്വീകരിച്ചു വെച്ചോളാം. അതാർക്കെങ്കിലും അർഹതപ്പെട്ടവർക്കോ എന്നിലൂടെ ആർക്ക് എത്താൻ പറ്റും, എനിക്കോ അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, നോ പ്രോബ്ലം. അതിനകത്ത് ഒരു വിഷയമില്ല. അപ്പോ അടുത്ത റിസൾട്ട് പറയാൻ നേരം ജാനകി മണി ഉണ്ട് അവിടെ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും നോക്കി. പറഞ്ഞോ, നിഖില പറഞ്ഞോ. സാർ, എനിക്ക് അതിന് പിറ്റേ ദിവസം പിന്നെ ഒരു ചിട്ടി ഉണ്ടായിരുന്നു, പിന്നെ വിളിച്ചെടുക്കുന്ന ചിട്ടിയായിരുന്നു. പക്ഷെ അന്ന് പൊതുവേ ഒരുപാട് ആളുകൾ വരുന്നു, പക്ഷെ നല്ല ലാഭത്തില് എനിക്ക് തന്നെ അത് വിളിച്ചെടുക്കാൻ പറ്റി. ഞാൻ സ്റ്റോണ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര പവർഫുൾ ആയിട്ട് തന്നെ അത് അനുഭവപ്പെടുന്നു. അന്നത്തെ ആ ഒരു പോസിറ്റീവ്, ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞതുപോലെ തന്നെ അതിപ്പോഴും എന്താ പറയാ, ഒരു ബ്രേക്ക് ആവാതെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. ഭയങ്കര പവർഫുൾ ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. മാറ്റം ഭയങ്കരം തന്നെയാണ്. താങ്ക് യു, താങ്ക് യു. നിഖില ഇപ്രാവശ്യം തൃശ്ശൂർ വരുന്നില്ലേ? തൃശ്ശൂര് എന്നുവെച്ചാൽ വീട്ടില് ഹസ്ബൻഡ് രാജേഷേട്ടന്റെ അമ്മ ഉണ്ട്, വയ്യ. കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നു കോഴിക്കോട്. കോഴിക്കോട് വന്നിരുന്നു. കോഴിക്കോട് ഞാൻ എന്തായാലും വരും. ശരി, ഓക്കെ. നീ ആരാളെ ക്ലാസ്സിലേക്ക് ഉണ്ടോ? പിന്നെ പറയരുത്. എനിക്ക് പറയാനുണ്ട്.
ഞാനത് അന്ന് ചെയ്തതിനു ശേഷം ഞാനിത് കാണുന്നതല്ലേ ഏഞ്ചൽ നമ്പർ. ഫസ്റ്റ് 99, പിന്നെ 77, ഇതൊക്കെയാണ് അത് ഈ കാണുന്നത്. പിന്നെ ഞാൻ നാട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പോ ആ അത് ഇപ്പോ നാളെ എറണാകുളത്ത് പോകേണ്ടതാണ്. പക്ഷെ നാട്ടിൽ തന്നെ ട്രയൽ നോക്കേണ്ട ഇത് വന്നിട്ടുണ്ട്. ഇത് ട്രക്കിങ്ങിന്റെ ട്രയല്. ആ ആ ആ ഓക്കെ 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 പ്രൊസീഡ്. അപ്പൊ അത് എറണാകുളത്ത് പോകണ്ട. ആ പോണ്ട. എറണാകുളത്ത് പോകണ്ട. നാട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യേണ്ട ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. അത് നല്ല കാര്യല്ലേ? നല്ല അത് കാര്യം തന്നെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത് ആ അത് എത്രയും പെട്ടെന്ന് ശരിയായിട്ട് പോകാൻ വേണ്ടി ആണ് ഞാൻ അന്ന് ഇത് അതിലുണ്ടായത്. എഴുതി വെച്ച കറക്റ്റ് തന്നെയല്ലേ? കറക്റ്റ് തന്നെ. ഞാനൊരു ജനുവരി 2020 ഞാൻ ജനുവരി 30 ആ ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ട് പോകാൻ വേണ്ടി എഴുതി വെച്ചത്. ഉം. 2026 ജനുവരിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എഴുതിയത്. ഉം. അപ്പൊ അത് ഇങ്ങനെ ഓരോന്നായി. ഓക്കെ വെരി ഗുഡ്. സാറിന്റെ പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം. നടക്കട്ടെ. ഓക്കെ, താങ്ക് യു സാർ. യെസ് യെസ്. ഓക്കെ. നീ ആരാ? സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നിഷയ. ആ നിഷ അനുഷ പറഞ്ഞു. സാർ ആ എനിക്ക് പറയാനുള്ള നമ്മുടെ ജേർണി ടു ഹാപ്പിനെസ് ക്ലാസ്സിനെയൊക്കെ പറ്റിയിട്ടാണ്. സാർ ഞാൻ ക്ലാസ് ഡെയിലി പ്രാക്ടീസിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അതിനകത്ത് ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ്. ഞാൻ നേരത്തെയൊക്കെ സാറിന് അറിയാലോ, നമ്മൾ താങ്ക്സ് ഒന്നും ഞാൻ അങ്ങനെ പറയാറില്ലായിരുന്നു. പിന്നെ സാറിൻ്റെ ക്ലാസ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഡെയിലി സാർ എന്തിനും ഞാൻ എപ്പോഴും എൻ്റെ ലൈഫിനോടും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എപ്പോഴും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ എഴുതുന്ന എല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി. സാർ എൻ്റെ ജീവിതത്തിലെ മാറ്റം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ എനിക്കെല്ലാം എന്നിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിച്ചാലും ഞാൻ എന്തിനു വേണ്ടി പ്രയത്നിച്ചാലും ഒക്കെ അതെനിക്ക് യാതൊരു ഒന്നും ഇല്ലാതെ എന്നിലേക്ക് വരുന്നു, പ്രതീക്ഷിക്കാതെ. അപ്പം അതെനിക്ക് എന്നിൽ വന്ന മാറ്റവും. കാരണം ഇപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഹാപ്പിയാണ് സാർ. അതുകൊണ്ട് എനിക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യം നടന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, നടക്കുമോ എന്താന്നുള്ള. എന്തെങ്കിലും നടന്നില്ലെങ്കിൽ എനിക്ക് പോസിറ്റീവ്, ഒരു പക്ഷേ അത് നല്ലതിനാണ് എന്നുള്ള ചിന്ത എനിക്ക് മുന്നോട്ട് പോകാനും എനിക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയാൻ വന്ന ജസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് സാർ. റിയലി അതെൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തു സാർ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രാക്ടീസ്, നിങ്ങളുടെയും ആതിരയുടെയും നിങ്ങളുടെയും സുധാകുമാരിയുടെ ഒക്കെ പ്രാക്ടീസ് ഐ എം റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. എവറി ഡേ കൺസിസ്റ്റൻസി ഓഫ് പ്രാക്ടീസ്. നമ്മള് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ജീവിതം മാറുന്നത് only with the small changes ആണ്. ചെറിയ സ്റ്റെപ്പ് എടുക്കൂ, എല്ലാവരുടെ ജീവിതം മാറ്റാൻ പറ്റും. എങ്ങോട്ട് വേണം അങ്ങോട്ട് എടുക്കാൻ പറ്റും. അത് നിങ്ങൾ കുറച്ചു പേര് ഇവിടെ പറയേണ്ട കുറച്ച് പേര് അത് വല്ലാതെ എന്താ പറയുക, ഞാനതിനെ പഠിപ്പിക്കുന്ന ആൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ഞാൻ പ്രാക്ടീസ് ചെയ്യാതെ ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ടിരിക്കില്ല. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ക്ലാസ് എടുക്കാൻ വന്നു, ഞാനിപ്പോ ഓഫീസിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. എന്താണ് ക്ലാസിന്റെ സബ്ജക്റ്റ് എന്ന് ഞാൻ ഇപ്പൊ വന്നിട്ടാ കാണുന്നത്. എന്നിട്ടും ക്ലാസ് എടുക്കാൻ എനിക്ക് ധൈര്യമുള്ളത് ഞാൻ അത്രയും പ്രാക്ടീസ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. അപ്പോ അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെല്ലാം ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. അതാണ് ഇത്രയും കൂളായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ മനസ്സിലാക്കാം. ഞാൻ അത്രയും മനസ്സകം ഫുൾ ശാന്തമാണ്. ഈ ശാന്തമായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വിചാരിച്ചാലും നടക്കും. കാരണം നമ്മുടെ ഫ്രീക്വൻസി അത്ര കണ്ട് അലൈൻഡ് ആയിരിക്കും. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫ്രീക്വൻസി അലൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ തന്നെ അറിയില്ല. കാരണം എന്താണെന്നറിയോ, അത് അനുഭവിച്ച് അറിയണം. ഈ അനുഭവിച്ചിരിക്കുന്ന വിഷയം എന്ന് വെച്ചാല് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് അനുഭവിച്ചത് പറയാൻ പറ്റും. പക്ഷെ 90% ആൾക്കാർക്കും ഈ അനുഭവത്തെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞ വാക്കുകളിൽ എത്തില്ല അവർ. ഇപ്പൊ നിഷയും ആതിരയും സുധാകുമാരിയൊക്കെ വിഷയം എന്ന് വെച്ചാല് അതുപോലെ കുറെ ആൾക്കാർ ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. അത്രയും അത് അത്ര കണ്ട് നമുക്ക് പറ്റൂല. അതിന് ഒരുപാട് പരിമിതികൾ അവർ കാണും. ഏതായാലും ഐ എം റിയലി ഹാൻഡ്സ് ഓഫ് യു. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. പുഷ്പ സംസാരിച്ചോ? ഞാൻ ഇതിൽ വന്നിട്ട് മാറ്റങ്ങൾ വന്നത് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യങ്ങള്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ എന്ത് വന്നാലും എന്റെ മനസ്സിൽ യാതൊരു ഭാരവും ഇല്ല. മനസ്സ് ശുദ്ധമായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കാനും വർത്താനം പറയാനും അവർക്ക് എന്നോട് ഇഷ്ടം തോന്നാനും അല്ലെങ്കിൽ എന്നെ കുറിച്ച് അങ്ങനെ ഒരു മോശമായ അഭിപ്രായം പറയാനുള്ള ഒരു ഇടയില്ല. ഇപ്പോ നല്ല രീതിയിൽ നമുക്ക് പെരുമാറാൻ പറ്റണ്ടേ. പിന്നെ 7 ചക്രയുടെ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞ എനിക്ക് നല്ലൊരു അനുഭവം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ സാറിനോട്
തൃശ്ശൂർ വരുമ്പോൾ നേരിട്ട് പറയാന്ന് ഓർത്തുകൊണ്ട് ഓപ്പണായിട്ട് പറയണില്ല എന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണ്. ആ അപ്പൊ എങ്ങനെയായാലും തൃശ്ശൂർ വരണ്ട്, അന്നേരം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും, പറയാനുള്ളതെന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പൈസയൊക്കെ ഇട്ട് ബുക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞാൻ കാരണം എന്റെ കുടുംബം മാത്രമല്ല, നാളെ സാറ് ക്ലാസ്സിൽ പറഞ്ഞു ജാനകിയുടെ കുടുംബം വന്ന കാര്യം മെച്ചപ്പെട്ടു. കാരണം ശരിയാണ്, എനിക്ക് ഫോണിൽ ഒന്നും അറിയാൻ പാടില്ല. ഞാൻ എപ്പോഴും പ്രസിദ്ധ മാമിനെ വിളിക്കുമ്പോൾ പറയും എനിക്ക് പൈസ അയക്കാൻ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് ലിങ്ക് എടുക്കാൻ അറിയാൻ പാടില്ല എന്നൊക്കെ ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്. അപ്പൊ അത് കുറച്ചൊക്കെ പഠിച്ചു. പിന്നെ അത് ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടുകാർക്ക് ഇത് പറഞ്ഞ് ലിങ്ക് ഇട്ട് കൊടുത്ത് അവരുടെ പത്മിനി ശിവനെയൊക്കെ ഞാനാണ് ഈ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നത്. അഞ്ജുനെ പത്മിനിനെ അങ്ങനെ ഓരോരുത്തരെ കൊണ്ടുവരാനും അവരുടെ കുടുംബം കൂടി സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു ഇടയും കൂടെ വന്നു. ഇന്ന് ബസ്സിൽ ഞങ്ങൾ എറണാകുളം പോയത്. അപ്പൊ പാലക്കാട് നിന്ന് ഒരാളെ പരിചയപ്പെട്ട് അതിന് ഞാൻ ഈ ലിങ്ക് ഇട്ട് കൊടുത്തു. അവരിങ്ങനെ സമാധാനമില്ലേ, ഞാൻ ധ്യാനത്തിന് പോകാന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഇരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഇത് തരാം, ദിനേശ് മുഖത്തെന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചാൽ മതി, ആ ക്ലാസ് നിങ്ങൾ ഡെയിലി കേക്ക്, നിങ്ങൾക്ക് സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പറൊക്കെ കൈമാറി ബസ്സിൽ വെച്ച്. അപ്പൊ നമ്മള് മാത്രം നന്നായി പോരാ, മറ്റുള്ളവരും കൂടെ സമാധാനത്തിൽ ജീവിക്കണം എന്ന് നമ്മൾ ഒരു നല്ല ചിന്തയിൽ ജീവിക്കാൻ പറ്റും. നല്ലൊരു അനുഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഇതുവരെയായിട്ടും. താങ്ക് യു. കാരണം അതാണ് എനിക്ക് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം നിങ്ങൾക്ക് ലഭിച്ചൊരു കാര്യം നിങ്ങൾ ആ എന്താ പറയാ, ഒരു അൺകണ്ടീഷൻ ആയിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. കാരണം അത് പറഞ്ഞു കൊടുക്കുമ്പോഴും, നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോഴും നിങ്ങളത് ഇങ്ങനെ ആ ഒഴുകിയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഒരു സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ പരിചയപ്പെടണ്ടേ അല്ലെങ്കിൽ ഇങ്ങനെ ലിങ്ക് കൊടുക്കണ്ടേ അങ്ങനെ ഒന്നും കാര്യമില്ല. പക്ഷെ അങ്ങനെ ഒരു ഞാൻ നന്നായി, അവരിങ്ങനെ മനസ്സിന് വിഷമമായിട്ട് ധ്യാനത്തിന് പോകാന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി, അപ്പൊ അവരെ ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്നെ പോലെ സമാധാനം കിട്ടട്ടെ എന്ന് ഓർത്ത് ഞാനിങ്ങനെ ഡെയിലി കാണുന്നതാണ്. അപ്പൊ മെഡിറ്റേഷനൊക്കെ ഉണ്ട് ഇതില്, നിങ്ങൾ ഇത് അടിച്ചു നോക്ക്, നിങ്ങൾ ഡെയിലി ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവും. പിന്നെ ഫീസുള്ള ക്ലാസ്സുകളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ ഈ യൂട്യൂബ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ചേർന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബസ്സിൽ വെച്ച് ഇങ്ങനെ നമ്പറൊക്കെ കൊടുത്ത് ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയൊക്കെ ചെയ്തു. ഇടയ്ക്കൊന്ന് വിളിച്ച് അവരെ ഓർപ്പിക്കുകയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ചേരട്ടെ, നന്നായി ചേർന്നിട്ട് ആവട്ടെ. കുറെ ആൾക്കാരെ തൃശ്ശൂർ വന്ന് കാണുക, നമുക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാം. ഞാൻ പറയട്ടെ, ഉഷ പറഞ്ഞു. ഒരുപാട് സന്തോഷമാണ്. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പ്രപഞ്ചശക്തി അതേപോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം അതിനെ പിന്നെ ഏജന്റായിട്ട് നിന്ന ആളിന് തന്നെ അത്ഭുതമാണ്. ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം അയാൾക്ക് തന്നെ ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞു. വല്ലാത്ത ഭയങ്കര ഒരു എന്തോ ദൈവത്തിന്റെ സ്വാധീനം ചേച്ചിക്ക് ഉണ്ട്. കാരണം പ്രതീക്ഷിച്ചതിന്റെയൊന്നും വാസ്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്താനും. അയാള് തന്നെ ഓരോ പഞ്ചായത്തിൽ ചെന്നിട്ട് ചില കാര്യങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോ തന്നെ അതൊക്കെ കറക്റ്റിന് അയാൾ അവിടെ വരാനും കണ്ടുമുട്ടാനും പേപ്പറുകൾ പെട്ടെന്ന് റെഡിയാക്കി. ഇന്നലെ എല്ലാം എഴുത്തൊക്കെ കഴിഞ്ഞു, പൈസ എല്ലാം ട്രാൻസ്ഫർ ചെയ്ത് ഇന്ന് ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഭയങ്കര സന്തോഷം, ഒരുപാട് നന്ദി. അപ്പൊ ഞാന് മൺഡേ രാവിലെ ദുബായിലെത്തും. അതെ, കുഞ്ഞുവാവയെ കാണാൻ, കുഞ്ഞുവാവയൊക്കെ സുഖമായിട്ടിരിക്കുന്നതിനെല്ലാം പ്രപഞ്ചശക്തിക്കും ദൈവത്തിനും സാറിനും ഒരുപാട് നന്ദി. താങ്ക് യു. എന്തിനാണ് ശശികല കരയുന്നത് ഇപ്പോൾ? ആദ്യം ദേഷ്യം വന്നു, രണ്ടാമത് കരയുന്നു. എന്താണ് വിഷയം ശശികല? അൺമ്യൂട്ട് ചെയ്ത ശശികല. ദേഷ്യവും വരുന്നു, പിന്നെ സങ്കടവും വരുന്നു. എന്താണ് വിഷയം? ഓക്കെ. ഒരാൾക്ക് രസകരമായ ഒരു സംഭവം നടന്നു. നാട്ടിലേക്ക് പോയപ്പോ കോഴിയെ കാണാതെ പോയി, രണ്ടാമത് കോഴിയെ തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷ വർത്തമാനം അല്ലെ? ഒരു കോഴിക്കും അതിന്റെ ജീവൻ ഉണ്ടല്ലേ. നമ്മൾ കാണാതെ പോയി എന്ന് പറഞ്ഞാൽ വല്ലതും പിടിച്ചോണ്ട് പോവുകയാണെങ്കിൽ അത് മരിച്ചു പോയേനെ. അപ്പൊ അത് തിരിച്ചു കിട്ടിയ സന്തോഷം, ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ്. താങ്ക് യു വെരി മച്ച്. പിന്നെ പുഷ്പ എന്താ സംസാരിക്കാൻ പറഞ്ഞ? പുഷ്പ അൺമ്യൂട്ട് ചെയ്തോ? ഇല്ല, ഇപ്പൊ സംസാരിക്കണം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത്. ഓക്കെ, വേറെ ആരും ഇല്ലല്ലോ? പറഞ്ഞു. സലിമം സംസാരിക്കാൻ അൺമ്യൂട്ട് ചെയ്യും. സാറേ ഒരു മിനിറ്റ്. നാളെ രാവിലത്തെ മെഡിറ്റേഷൻ, UK മെഡിറ്റേഷൻ ഞാൻ സ്ട്രെച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സാറിനൊന്ന് മെസ്സേജ് ഇടേന്ന്, ഞാനിവിടെ നാട്ടിലായോണ്ട്. മാക്സിമം ശ്രമിക്കാം, മറന്നു പോകരുത് എന്ന് ഞാൻ എഴുതി വെക്കാം. നാളെ ഉണ്ടാവും. സംസാരിച്ചു. സാർ, എൻ്റെ ഒരു ഫ്രണ്ടിന് ഇത് വലിയ പ്രയാസമായിട്ട് ഞാൻ സാറിന്റെ ഇതിൽ ചേരാൻ പറഞ്ഞ് യൂട്യൂബ് ഇട്ട് കൊടുത്തു. ഇപ്പൊ എപ്പോഴും ചിരിക്കുക. അത്
ആണോ? ഭയങ്കര സന്തോഷം. വലിയ വിഷമമൊക്കെ തിരുന്ന് പറഞ്ഞപ്പോ ഞാൻ IF സിറ്റുവേഷന്റെ ആ വീഡിയോ അയച്ചു കൊടുത്തു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു. ശിവ ആരാ? എന്നിട്ട് ഇപ്പൊ പല വീഡിയോസും കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആട്ടോ അവര്. താങ്ക് യു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് യൂട്യൂബ് വീഡിയോ പിന്നെയും നമ്മള് പല പരിമിതികൾ കടന്നു വെച്ചും പിന്നെയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ എന്റെ മകന് പറഞ്ഞു കൊടുത്തു. മകൻ ഭയങ്കര ഹാപ്പിയാ. താങ്ക് യു. മകൻ സെയിൽസിന്റെ ഹെഡാണ്. അപ്പം അവര് ടീം എന്തോ നല്ല റിസൾട്ട് ഉണ്ടോ സെയിൽസിലേക്ക്? നല്ല റിസൾട്ട്. ടീം എല്ലാം ഹാപ്പി ഇപ്പം. നിങ്ങൾ അയച്ച വോയിസ് ഞാൻ കേട്ടിരുന്നു. ഭയങ്കര ഹാപ്പി. അപ്പൊ മകൻ പറഞ്ഞു എത്ര പേരെ സാറ് കാരണം ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അവരുടെ ടീം മുഴുവൻ ഹാപ്പി അപ്പം. IF സിറ്റുവേഷൻ എന്നും എഴുതാൻ പറയുന്നത്. എന്നും എഴുതുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പുഷ്പ സംസാരിച്ചു. താങ്ക് യു. അൺമ്യൂട്ട്. സൗണ്ട് ഇല്ല, പറഞ്ഞു. സൗണ്ട് ഇല്ല പുഷ്പ, സൗണ്ട് ഇല്ല, ശബ്ദം കുറവാണ്. ഇല്ല. ബ്ലൂടൂത്ത് ആണോ മൈക്കാണോ അത്? അത് ഓഫാക്ക്. എന്നാ സൗണ്ട് വരുന്നില്ല. ഇപ്പൊ കറക്റ്റ് പറഞ്ഞോ. കഴിഞ്ഞ ദിവസം മെഡിറ്റേഷൻ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു സാർ. ഞാനും ഇപ്പോ യൂണിവേഴ്സൽ നമ്പറുകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 111 3 പ്രാവശ്യം കണ്ടു. എല്ലാ നമ്പേഴ്സുകളും കാണുന്നുണ്ട്. തുണികളൊക്കെ ശരിക്കും വരുന്നൊക്കെ തയ്ക്കാനുള്ള കൊണ്ടുവരുന്നുണ്ട്. നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു എനർജിയാണ് സാർ. പോലും മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് സാർ. താങ്ക് യു. ശബ്ദം വളരെ കുറവാണ്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ശ്രീതു വീട്ടിൽ വന്നിട്ടുണ്ടോ? ശ്രീതു കനകമ്മ എനിക്കൊരു ടെൻഷനും ഇല്ല. ഇപ്പൊ ഞാൻ നല്ല കൂളായിട്ടാണ് പോന്നെ. എന്താ പറഞ്ഞേ? ഹലോ, എനിക്കിപ്പോ ഒരു ടെൻഷനും ഇല്ല. നല്ല കൂളായിട്ട് ഞാൻ മുന്നോട്ട് പോവുക. പിന്നെ ഇപ്പൊ 2-3 ദിവസം കൊണ്ട് ഞാൻ സാറിനൊരു ടെൻഷനൊന്നുമില്ല. ഒന്ന് വളരെ ഹാപ്പി സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ഒക്കെ എഴുതുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ സാറിനോട് ഒരു കാര്യം പറയാം. ഞാനൊരു വോയിസ് മെസ്സേജ് സാറിന് അയച്ചു, പ്രസീതയ്ക്ക് അയച്ചു. എന്റെ മോൻ ഒരു ജോലിയുടെ ഒരു പ്രശ്നം ഈ ഒരു പിള്ളേരുടെ കമ്പനിയിലായിരുന്നു സാറേ. അതിപ്പം ഖത്തറിലോട്ടോ സൗദിയിലോട്ടോ അത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ അതിന് എന്ത് മറുപടി ഞാൻ തരേണ്ടത്? അതിൽ ചോദ്യമില്ല. അതിലിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ചോദ്യമില്ല. എന്ത് മറുപടിയാണ് തരേണ്ടത്? അല്ല, സാറിനെ ഒന്ന് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളായിരുന്നു എനിക്ക്. വേറെ ഒരു ജോലി ബഹ്റിൽ തന്നെ ശരിയാകുക എന്നുള്ളത് മാത്രമേ. ബഹ്റിനെ തന്നെ ഒരു ജോലി ശരിയാകുക എന്നുള്ളത്. എന്റെ മോനോട് പറഞ്ഞായിരുന്നു IRF സിറ്റുവേഷൻ അതൊക്കെ പറയാൻ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയിക്കുക എന്നുള്ളത്. അല്ലാതെ ഞാനൊന്നും ചെയ്യാനൊന്നും അല്ല പറഞ്ഞു. ഇത്രയും പറയാൻ തന്നെ സാർ. ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാല് അവര് തന്നെ ഇവിടെ കമ്പനി മാറുമ്പോ നല്ല പൊസിഷൻ കിട്ടുന്നുണ്ട് പോകുന്നല്ലേ നല്ലത്. ഇപ്പൊ ബഹറിൽ തന്നെ നിൽക്കണം നിർബന്ധം എന്താ? അല്ല, ഭാര്യയും കൊച്ചു ഫാമിലി ഉണ്ട് അവിടെ അല്ലേ? ഫാമിലി ഉണ്ടോ അവിടെ? ഫാമിലി ഉണ്ട് എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. ഫാമിലി ഉണ്ട് പ്രസിദ്ധ അവര്? ഫാമിലി ഉണ്ടോ? ഫാമിലി ഉണ്ടെങ്കിൽ ബഹറിൽ തന്നെ ജോലി ശരിയാവും. അവിടെ തന്നെ ശരിയാവും. പ്രൊജക്ട് വേറെ കിട്ടുമായിരിക്കും. ഇപ്പൊ പ്രൊജക്ട് വേറെ കിട്ടും. അപ്പൊ പെർമനന്റ് ആയി നിൽക്കട്ടെ കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. ബഹറിലെ കമ്പനി അവര് നിർത്തും. അവിടുത്തെ ജോലി തീർന്നു. ഓഫീസ് വർക്കിനെ വേണ്ട അവിടെ. അതങ്ങനെയല്ല, പ്രൊജക്ട് അവർക്ക് വേറെ കിട്ടിയാൽ മതി. പ്രൊജക്ട് കിട്ടിയാൽ നടന്നോളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത് നടക്കും. അപ്പൊ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. വേറെ പോയി വളരെ ഹാപ്പിയാണ് സാർ. സന്തോഷം. നന്ദി. സാറ് കൊല്ലത്തേക്ക് വന്നാൽ സാറിന് ഞാൻ കാണാമെന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞു നോക്കിയേ. ഞാൻ കൊല്ലത്തേക്ക് വരണോ? നല്ല
തൃശ്ശൂരേക്ക് ഇങ്ങോട്ട് വരുന്നതാണോ നല്ലത്? ഞാൻ അങ്ങോട്ട് നിങ്ങളുടെ ഓരോ ഡിസ്ട്രിക്റ്റിലും വരുന്നതാണോ നിങ്ങൾക്കും എനിക്ക് നല്ലത്? അല്ല ഞാൻ ഒരു സ്ഥലത്തേക്ക് വന്ന് അവിടേക്ക് നിങ്ങൾ എല്ലാവരും വരുന്നതാണോ നല്ലത്? ഏതാ നല്ലത്? ഒന്ന് ആലോചിച്ചു. കൊല്ലത്ത് വരാമെങ്കിൽ ഞങ്ങളും വരാമോ? എന്നാ കൊല്ലത്തേക്ക് ഞാൻ ലിസ്റ്റ് സാറിനെ വെച്ചാൽ അവിടെ കാണണം. സാറിനെ പ്രസീത എനിക്ക് നിങ്ങളോട് വരാൻ കാണുന്ന ഒരു വിഷയമല്ല. പക്ഷെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഉള്ള ചെലവും കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്യാൻ അത്രയും ആൾക്കാരോട് കിട്ടിയില്ലെങ്കിൽ കമ്പനി പൊട്ടിപ്പോകും. ഹോട്ടലിൽ ബില്ല് കൊടുക്കാൻ. അതുകൊണ്ട് ആ ശ്രീതു പറ, ഇന്ന് ലീവ്, നാളെ ലീവോ? ശ്രീതു അൺമ്യൂട്ടി. അല്ല സാർ, ഞാൻ ശ്വേതയാണ്. ആ ശ്വേതാണോ? ശരി, ഞാൻ ശ്രീതു ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ രണ്ടുപേരും ഒരേപോലെ മുഖം കണ്ടപ്പോ മനസ്സിലായി. ഇല്ല, ഞാൻ ഇന്നലെ വൈകുന്നേരം വന്നതാ. ഓക്കെ. ഞാൻ ഒരാൾ ഇരിക്കുന്ന കണ്ടു. അപ്പൊ ആരാണെന്നുള്ളത് നമുക്ക് ശരിക്കും നോക്കിയില്ല. എങ്ങനെ, ഹൗ ഇസ് യുവർ ജോബ് വർക്ക്? നന്നായിട്ട് പോണു. ഓൺലൈൻ ക്ലാസ് നന്നായിട്ട് പോകുന്നു. എത്ര പേരുണ്ട് ഇപ്പോ? എന്താണ്? എത്ര പേരുണ്ട്? ഇപ്പൊ രണ്ടുപേര് ഓൺലൈൻ ക്ലാസ്. UK അല്ലേ? ഡാൻസ് ടൈപ്പിങ്ങിന്റെ ക്ലാസ് അതുപോലെ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. ബ്രൈഡൽ മേക്കപ്പിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും എനിക്ക് അതുപോലെ രണ്ടുപേരുടെ വർക്ക് വീട്ടിൽ തന്നെ കിട്ടി. വീട്ടിൽ വന്ന് അവർ അറ്റൻഡ് ചെയ്തിട്ട് പോയി. അതും നല്ലൊരു, അതിന് എന്താ പറയണ, താങ്ക്സ് തന്നെ പറഞ്ഞു സാറിന്റെ അടുത്ത്. അന്ന് സാറിനും ഇതുപോലെ മെസ്സേജ് അയച്ച ഉടനെ തന്നെ കിട്ടിയൊരു വർക്കാണ്. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഇതുപോലെ തന്നെ മേക്കപ്പിന്റെ വർക്ക് കിട്ടി. സാരി അയൺ ചെയ്ത് ഫുൾ ബോക്സ് ചെയ്ത് കൊടുക്കാനായിട്ടൊരു വർക്കാണ് പിന്നെ കിട്ടിയത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ ശ്രീ ഒരു മിനിറ്റ്. ശ്വേത നല്ലൊരു ഡാൻസ് ടീച്ചറാണ് അല്ലെ? ഡാൻസ് അല്ലേ പറഞ്ഞേ? നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കെല്ലാം ആർക്കെങ്കിലും ഒക്കെ നന്നായിട്ട് ഡാൻസ് പഠിക്കാൻ സ്ലോ ആയിട്ട് നല്ല എന്താ പറയാ, നല്ലൊരു ടീച്ചറെയും നല്ലൊരു ഗുരുവിനെയും അതുപോലെ തന്നെ കൂടുതൽ കുട്ടികളൊന്നും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ശ്വേതനെ വിളിച്ചെന്ന് ജോയിൻ ചെയ്തോളൂ. നന്നായി പഠിപ്പിച്ച് തന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശ്വേതനെ കൊണ്ട് പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് മറക്കണ്ട ശ്വേത. എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഗ്രാറ്റിറ്റ്യൂഡ് ഓരോ നിമിഷം പറയണം. നിനക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങളെ നീ ശരിക്കും ഓർക്കണം. എന്താണ് നിന്റെ യഥാർത്ഥ വിഷയം, അത് ഓർത്തുകൊണ്ട് അതിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ മറക്കരുത് എപ്പോഴും. നമ്മളെ മാറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു നിരന്തര പ്രോസസ്സാണ്. അത് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഇറ്റ്സ് എവർ എൻഡിങ് പ്രോസസ്സാണ്. ഓരോ ദിവസവും നമ്മൾ അതിനുവേണ്ടി ചെയ്യുക തന്നെ വേണം. എന്ത് കിട്ടുന്നു അതിൽ നമ്മൾ അഭിരമിക്കരുത്. നമ്മൾ അതിന്റെ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കണം. എപ്പോഴും അത് മറക്കരുത്. ഞാൻ ഇവരോടും അത് തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ, കിട്ടിയ ജോലിയിൽ നിന്നും അടുത്ത ജോലി പെട്ടെന്ന് തന്നെ കിട്ടി. അത് അവളുടെ ആ ജോലിയോടുള്ള അത്രയും ആത്മാർത്ഥമായ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞവൾ പുറത്തിറങ്ങിയോട് തന്നെ ഇത്രയും നല്ലൊരു ജോലി, അതും നമ്മുടെ മജീഷ്യന്റെ അവിടെ എത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആകാൻ, കാരണം നല്ല ടഫാണ് ഒരു ഇന്റർവ്യൂ ഒക്കെ. മുതുകാട് സാറിന്റെ കൂടെയാണ് അനിയത്തി വർക്ക് ചെയ്യുന്നത് ഇപ്പൊ. അത് കാരണം യൂസഫ് അലി സാറും ഉണ്ട്, മുതുകാട് സാറും ഉണ്ട് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ഒത്തിരി സന്തോഷമുണ്ട് അവിടെ. ഒത്തിരി കുട്ടികളും ഉണ്ട്. അവൾ ഒത്തിരി ഹാപ്പി അവിടെ. സാറ് താങ്ക് യു സാർ, ഒരുപാട് നന്ദിയുണ്ട്. ഇനി പുതിയൊരു അവരുടെ തന്നെ ഇത് കോഴിക്കോട് നാഷണൽ ലെവലിൽ വരികയാണ്. അപ്പം അവിടേക്കും ചിലപ്പോ അതുപോലെ കുട്ടികളെ ആവശ്യം വരും. നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരോടത്തും പറയാം. ഒത്തിരി സന്തോഷമുണ്ട്. സ്പീച്ച് തെറാപ്പി അല്ല ശ്വേതക്കെല്ലാം വെച്ചാൽ ഏകദേശം ദിവസം എനിക്ക് മെസ്സേജ് അയക്കും. ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം അയച്ചോളൂ. അതുകൊണ്ട് കഴിഞ്ഞ ജോലി കിട്ടിയ മുമ്പേ ചെയ്ത ദിവസത്തെ ശമ്പളം കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചിരുന്നു. ഏതായാലും സന്തോഷം. നിങ്ങൾ രണ്ടുപേരും അതുപോലെ നല്ല നല്ല മക്കളായിട്ട് അമ്മയും കുടുംബത്തെ ഒക്കെ നോക്കിയിട്ട് മുന്നോട്ട് പോകണം. മറന്നു പോകരുത്. ഓക്കെ, ശരി. സാറ് കോട്ടയം വരുമോ? ഞാനും ചോദിക്കുന്നു, ഞാൻ കോട്ടയം വരുമോ? എനിക്കും അറിയില്ല കേട്ടോ. കോട്ടയം എനിക്ക് അത്ര വലിയ പരിചയമുള്ള സ്ഥലമല്ല. ഞാൻ ഒരു പ്രാവശ്യം ഒറ്റ കോട്ടയത്തേക്ക് വന്നിട്ടില്ല. നോക്കട്ടെ, കോട്ടയക്കാരെല്ലാരും വിളിച്ചാൽ നമുക്ക് വരാം, കുഴപ്പമില്ല. കോട്ടയക്കാരെല്ലാരും ചേർന്ന് വിളിക്കട്ടെ. നിങ്ങൾ എല്ലാവരും കൂടി പ്രസീതനെ വിളിച്ചിട്ട് കോട്ടയത്തേക്ക് കോട്ടയത്തേക്ക് സെറ്റ് ആക്കും. കൊല്ലത്ത് വരത്തില്ലേ സാറേ? കൊല്ലത്ത് ഞങ്ങൾ തൃശ്ശൂരൊക്കെ ഒരുപാട് ദൂരെയാണ്. കൊല്ലം കണ്ടവരില്ല വേണ്ട, എനിക്ക് ഇല്ലതുകൊണ്ട് ഞാൻ കൊല്ലത്ത് വരുന്നില്ല. കൊല്ലത്ത് വരാം, എനിക്കൊരു പ്രശ്നമില്ല. നിങ്ങൾ ആൾക്കാരുണ്ടോ? എനിക്കിപ്പോ എവിടെ വരുന്നതിന് എന്താ, വീണിടം വിഷ്ണുലോകം. കോഴിക്കോട് വന്നാലും കൊല്ലം, തിരുവനന്തപുരം വന്നാൽ എന്നെ സംബന്ധിച്ച് ഒരേപോലെ. തിരുവനന്തപുരം ഇനി ഞാൻ വരില്ല. തിരുവനന്തപുരം ഞാൻ വന്നതാ. ഇനി ഞാൻ തിരുവനന്തപുരത്തേക്ക് തൽക്കാലം ഇല്ല.
കണ്ണൂർ എല്ലാ പ്രാവശ്യം വരുന്നല്ലേ? കണ്ണൂർ വരാതെ എങ്ങനെ ഞാൻ? കാസർഗോഡ് കണ്ണൂർ എപ്പോഴും ഉണ്ട്. കണ്ണൂർ വിളിപ്പുറത്താണ് നമ്മൾ. കണ്ണൂരും കാസർഗോഡ് സാറേ ഇനി കൊല്ലത്താ വരേണ്ടത്. കൊല്ലത്ത് വന്നാൽ തിരുവനന്തപുരം, പത്തനംതിട്ട എല്ലാം ഉള്ള ആൾക്കാരെല്ലാരും വരും. അടുത്താ. തൃശ്ശൂരൊക്കെ ഒരുപാട് ദൂരെയാണ് സാറേ, ഞങ്ങൾക്ക് പോയി വരാൻ ഒട്ടും കോട്ടയം പറ്റത്തില്ല. അടുത്തൊന്നുമല്ല സാറേ, ഞങ്ങള് കോട്ടയാകുന്ന. കൊല്ലത്ത് വെച്ചോളൂ, ഞാൻ വരാന്നേ. എനിക്കെന്താ, എനിക്ക് ടിക്കറ്റ് കിട്ടി എന്നാ ഞാൻ വരും, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും കൂടി കൊല്ലത്ത് എത്ര പേരുണ്ട് എന്നൊക്കെ തീരുമാനിച്ചിട്ട് പ്രസീതെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രസീതെ നമുക്ക് കൊല്ലത്ത് വെക്കണം എന്ന് വെച്ച് പ്ലാൻ ചെയ്തോ. പിന്നെ ഓഫീസിൽ അവരെല്ലാം സ്റ്റാഫ് കൂടിയിട്ട് അവിടെ റെഡിയാക്കും. എനിക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. അത് കൊല്ലത്തായാലും കോട്ടയം ആയിക്കഴിഞ്ഞാലോ തിരുവനന്തപുരം ആയിക്കഴിഞ്ഞാലോ എവിടെ ആയാലും 3 എയർപോർട്ട് കേരളത്തിലുണ്ട്. അത് ഏത് 3 എയർപോർട്ടിലേക്ക് ഏകദേശം ദിവസം ഫ്ലൈറ്റ് ഉണ്ട്. എനിക്ക് ഏത് ദിവസം എവിടെ വേണമെങ്കിൽ കയറി വരാൻ പറ്റും. എനിക്ക് ഒരേ ദൂരാണ് എവിടെ ആയാലും, അതുകൊണ്ട് വിഷയമില്ല. കൊല്ലം കണ്ട കൊല്ലം വേണം, കൊല്ലം കണ്ട കൊല്ലം കണ്ടിട്ടേ ഇല്ല അല്ലേ? കൊല്ലത്ത് എവിടെ വന്നിട്ടില്ല ഞാൻ. കൊല്ലത്ത് പോയിട്ട് തിരുവനന്തപുരം പോയിട്ടുണ്ട്, പിന്നെ നമ്മള് തൃശ്ശൂർ പോയിട്ടുണ്ട്, കോട്ടയം 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ ബാക്കി അങ്ങനെ കൊല്ലം ഡിസ്ട്രിക്റ്റിലും പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലും പോയിട്ട്, പത്തനംതിട്ട ശബരിമല പോയപ്പോ പോയി, അല്ലാതെ അവിടെ വേറെ എവിടെയും പോയിട്ടില്ല. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം അല്ലേ? ഇനി ഞാനൊന്നും പറയാനില്ലല്ലോ. യെസ്, മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു. നിങ്ങള് ഇതൊക്കെ ശരിയാണ്. ക്ലാസ് നിങ്ങൾ പങ്കെടുക്കുന്നു, സന്തോഷം. ജീവിതത്തിൽ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓരോ വാക്കുകളും പ്രവൃത്തികളും ശ്രദ്ധാപൂർവം നല്ല ശുദ്ധ മനസ്സോടുകൂടി ശാന്തമായി തന്നെ ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ ഏറ്റവും വലിയ വിഷയം ശരിക്കും നമുക്ക് ശാന്തത ഇല്ലാത്തതല്ല, നമ്മൾ ശാന്തത എടുക്കുന്നില്ല എന്ന് തിരുത്തി ഞാൻ പറയും. കാരണം നമ്മൾ തിരക്ക് കൂടുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ തിരക്ക് കൂടുക ചെയ്യുന്ന പരിപാടി, നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട പണിയെ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അത് 25 മിനിറ്റായി ചെയ്യേണ്ട അവസ്ഥ എത്തുന്നതിനെയാണ് തിരക്ക് കൂട്ടൽ കൊണ്ട് സംഭവിക്കുന്നത്. ഇത് ഒന്ന് ശ്രദ്ധിച്ചു പോവാ. അതുകൊണ്ട് എല്ലാം ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ മെഡിറ്റേറ്റ് ചെയ്താൽ മതി. എന്ത് നമ്മൾ ചെയ്യുന്നുവോ അതിലൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൂർണ്ണമായി മെഡിറ്റേറ്റിലാണ്. അതായത് ഈ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ പൂർണ്ണമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി കണക്ട് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഫോൺ നോക്കി അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ വിചാരിച്ച 10 മിനിറ്റ് പറയാൻ വിചാരിച്ച കാര്യം 1.5 മണിക്കൂറായി മാറും. ഇത്രയുള്ള വ്യത്യാസം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ അപ്ലൈ ചെയ്യണം. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ തൃശ്ശൂരേക്ക് ഇപ്പൊ പറഞ്ഞ കൊല്ലക്കാര് തിരുവനന്തപുരം, അപ്പൊ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ഡീല് വെക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് പോളിസി വെക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, പിന്നെ വേറെ ഡിസ്ട്രിക്ട് പിന്നെ കണ്ണൂര്, കോഴിക്കോട്. കാസർഗോഡുകാരില്ല, അതുകൊണ്ട് പിന്നെ പറയാനില്ല. 1-2 ഉണ്ടെങ്കിൽ കാസർഗോഡുകാർ. എല്ലാവരും ഇത്തവണ തൃശ്ശൂരേക്ക് വരിക. അടുത്ത തവണ ഞാൻ നിങ്ങൾ അങ്ങോട്ട് വരാം. അപ്പൊ ഇങ്ങോട്ടുമായി അങ്ങോട്ടുമായി അല്ലെ? ആലപ്പുഴക്കാരൻ പിന്നെ അങ്ങനെ അടുത്താണല്ലോ. അപ്പൊ ഇങ്ങോട്ടുമായി അങ്ങോട്ടുമായി. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് വെച്ചില്ല, ഞാൻ സാറ് വന്നു എന്ന് തോന്നല് നിങ്ങൾക്കും വേണ്ട, നിങ്ങൾ വന്നില്ല എന്ന് തോന്നല് എനിക്കും വേണ്ട. അപ്പൊ ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വരും, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ ആണല്ലോ? ഇത് ഡീലല്ലേ? സെറ്റല്ലേ? പ്രശ്നമില്ലല്ലോ, ആർക്കും പരാതിയില്ല, പരിഗണിക്കും അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം? യെസ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, എന്നെ 1-2 കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം അല്ലെ? അപ്പൊ നമുക്ക് ഒരു ജീവിതത്തെ മാറ്റുന്നതിനെ പറ്റിയിട്ട് തന്നെ ഇന്നും നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് ഇപ്പൊ വന്നത് മിക്കവരും കയറിയിട്ടുണ്ടാവുക 21 സെക്കൻഡ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നതിനെ പറ്റി കേൾക്കാനാണ്. ആണോ അല്ലേ? ആണോ അല്ലേ? ഏകദേശം ആൾക്കാരും ആണെങ്കിൽ നിങ്ങൾ ഞാൻ അത് കണ്ടിട്ടാണ് വന്നത് എന്ന് ടൈപ്പ് യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. അല്ലാതാണെങ്കിൽ സാറിന്റെ ക്ലാസ് ഏതാണോ അതെന്ത് കാര്യം കേൾക്കാൻ റെഡിയാണ് എന്നാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യുക. 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ 21 സെക്കൻഡ് പ്രാർത്ഥനയുടെ ആ അത്ഭുതം കേൾക്കാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. അല്ല, ഞാൻ പറയുന്നത് എന്തായാലും കുഴപ്പമില്ല, അതെല്ലാം കാര്യമുണ്ടാവും, അത് കേൾക്കാനാണ്, ഏതാണെന്നൊന്നും നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ എന്റെ പേര് ദിനേശ് മുങ്ങത്തെന്നോ ദിനേശ് സാറെന്നോ നിങ്ങൾ എങ്ങനെയാണോ വിളിക്കുന്നത് അത് ടൈപ്പ് ചെയ്തോ. നോക്കട്ടെ. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ഇത് തന്നെ ചോദിക്കാനുള്ളത്. ഞാൻ അല്ലെങ്കിൽ അതെന്താന്ന് വെച്ചാല് ഇതിന് നമ്മള് യൂട്യൂബിൽ കുറേ നിയമങ്ങൾ മാറിയിട്ടുണ്ട്. പഴയ പോലെയല്ല.
യൂട്യൂബിൽ നമ്മൾ കൊടുക്കുന്ന വീഡിയോസിന്റെ ലെങ്ത് വളരെ വിഷയമായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ലെങ്ത് വീഡിയോസ് ഒന്നും പറ്റില്ല. പിന്നെ നമ്മൾ യൂട്യൂബിന് നമ്മൾ മെമ്പേഴ്സ് ഉള്ളി കുറെ എഡിറ്റിംഗ് ചെയ്യണം എന്നുള്ള ഒരു വിഷയമുണ്ട്. അപ്പൊ ഇനി മുതൽ മിക്ക നമ്മളെ ഇതുപോലെ ടെക്നിക്കുകളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളൊക്കെ മെമ്പേഴ്സ് ഉള്ളി ആയിരിക്കാൻ സാധ്യത വരിക. അങ്ങനെ യൂട്യൂബിൽ ചില കുറെ മെയിലുകൾ ഇതുപോലത്തെ യൂട്യൂബിന് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങനെ ആയിരിക്കും. പക്ഷെ പിന്നെയും പറയാം, നമ്മുടെ ചാനൽ സൂം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ലിങ്ക് വെച്ച് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കുക. ലൈവ് ക്ലാസ്സിൽ കിട്ടുന്നതെല്ലാം ചിലപ്പോൾ യൂട്യൂബിൽ കിട്ടിയെന്ന് വരില്ല, പലതും നമുക്ക് സെൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മെഡിറ്റേഷൻ അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും. മെഡിറ്റേഷൻ നിർബന്ധമായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. യൂട്യൂബിൽ കിട്ടുന്ന മെഡിറ്റേഷന്റെ വിഷയം എന്ന് വെച്ചാൽ അത് പരസ്യം കയറി വരും. അപ്പൊ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റില്ല, അത് നിർത്താൻ നമുക്ക് പറ്റില്ല. അപ്പൊ മെമ്പേഴ്സ് ഉള്ളി മെഡിറ്റേഷൻ അതിലുണ്ട്. മെമ്പേഴ്സ് ഉള്ളിൽ പരസ്യം ഇല്ല എന്നാ തോന്നുന്നു, എനിക്കറിയില്ല. അല്ലെങ്കിൽ മെഡിറ്റേഷൻ ആകെ നമ്മൾ വാങ്ങിക്കുന്നത് ഒരു മാസത്തേക്ക് 666 രൂപ മാത്രമേ ഇപ്പൊ വാങ്ങിക്കുന്നുള്ളൂ. അതുകൊണ്ട് മെഡിറ്റേഷൻ നിങ്ങൾ പങ്കെടുക്കുക. രാവിലെ 5 മണിക്ക് 5:45 മെഡിറ്റേഷൻ, വൈകുന്നേരം വേണം, വൈകിട്ട് 5 മണിക്ക് പറ്റുന്നതിന് വൈകിട്ട് പറഞ്ഞാൽ വൈകിട്ടുണ്ട്. അതുപോലെ രാത്രി നമുക്ക് 9:30 മണിക്ക് പല പല മെഡിറ്റേഷൻസ് വേറെ വരുന്നുണ്ട്. ഇതെന്തിനാണ് ഞാൻ മെഡിറ്റേഷൻ ഇത് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചാലും മനസ്സ് ശാന്തമാവാത്തിടത്തോളം കാലം നമുക്ക് ജീവിതത്തെ ശരിയാക്കാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും എന്റെ പേര് ടൈപ്പ് ചെയ്തതിന്. അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന ക്ലാസ് എന്താണോ അത് കേൾക്കാനാണ് വരുന്നത് മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പോ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ആദ്യം മനസ്സ് ശാന്തമാക്കുക. മനസ്സ് ശാന്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് പറയും, നമ്മുടെ വേവ്സിന്, നമ്മുടെ ബ്രെയിനിന്റെ ഫ്രീക്വൻസിയെ ഷിഫ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ആകർഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാതെ നമുക്കത് ലഭിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു രീതിയല്ല, പ്രപഞ്ച നിയമമല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും മെഡിറ്റേഷൻ അതിനനുസരിച്ചുള്ള കുറേ മെഡിറ്റേഷൻ, നമുക്ക് ഒരുപാട് 10-20ഓളം മെഡിറ്റേഷൻ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുണ്ട്. രാവിലെ തന്നെ നമ്മൾ പലതും വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. രാവിലെ തന്നെ നമുക്ക് ആത്മീയ മെഡിറ്റേഷൻ ലെവൽ 1 ലെവൽ 2 അങ്ങനെ കുറേ ഉണ്ട്. നിങ്ങളൊക്കെ ആദ്യം കയറുമ്പോൾ ലെവൽ 1 നോർമൽ മെഡിറ്റേഷനിൽ കയറുക, പിന്നെയാണ് ലെവൽ 1ലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ വന്നത് ഒരു സന്ദേശമാണ്, ഒരു ടെക്നിക്ക് അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക സന്ദേശം നിങ്ങളോട് പറയാൻ വരികയാണ്. എഴുതി വെക്കേണ്ടവർ എഴുതി വെച്ചോ, ശ്രദ്ധിച്ച് കേൾക്കുക. ഗോൾഡൻ വേർഡ്സ് വിൽ നോട്ട് റിപ്പീറ്റഡ്, അല്ലെ? അങ്ങനെ പറയാറുണ്ടല്ലോ അല്ലെ? ഗോൾഡൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്വർണ്ണം അല്ല, ഇത് വാക്കുകൾ മാത്രമാണ്, ഇത് റിപ്പീറ്റ് ചെയ്യില്ല. പക്ഷെ ഇവിടെ റിപ്പീറ്റ് ചെയ്യും, നാളെ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം, അല്ലെ? അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ശരി. നോക്കൂ, എന്താണ് നിങ്ങളുടെ ചോദ്യം? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള കുറവ്? ഒന്ന് പറയാൻ പറ്റുമോ? സന്തോഷത്തിൻ്റെതാണോ, ശാന്തി? ഞാൻ ഈ ചോദ്യം പൂർണ്ണമായിട്ടും എൻ്റെ സൂമിലുള്ളവരോട് ചോദിക്കുന്നേ ഇല്ല. കാരണം സൂമിലുള്ളവർക്ക് ഇപ്പോൾ കുറവ് ചോദിച്ചാൽ അവർക്ക് ഒന്നും കണ്ടെത്താൻ പറ്റില്ല. കാരണം എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം കുറവ് മറന്നുപോയ ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. കുറച്ചുണ്ടാവും, മറന്നവരാണ്. പക്ഷെ യൂട്യൂബ് പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചോദ്യമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഇപ്പോഴുള്ള കുറവ്? ഒന്ന് ടൈപ്പ് ചെയ്യാവോ? അത് സന്തോഷമാവാം, ശാന്തി ഇല്ലായ്മയാകാം, പണമാകാം, അല്ലെങ്കിൽ അവസരമാകാം, അല്ലെങ്കിൽ XYZ വേറെ എന്തെങ്കിലുമൊക്കെ. നിങ്ങൾക്ക് കുറെ ഉണ്ടാവും. ഞാനൊരു 4 എണ്ണം ഉദാഹരണത്തിൽ പറഞ്ഞു തന്നു. അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു വാതിൽ പോലും ഇല്ല, ഇനി ഒരു രക്ഷയുമില്ല എന്നുള്ളതാണോ നിങ്ങളുടെ വിഷയം? സന്തോഷമില്ലായ്മ, മണിയില്ലായ്മ, ഓക്കെ, 2 എണ്ണം വന്നു. എന്നാൽ നിങ്ങളോട് ഞാൻ പറയുന്നു, അത് ഉള്ളവരോട് യെസ് എന്ത് ടൈപ്പ് ചെയ്തു? പണമില്ലായ്മ, അത് അങ്ങനെയാണല്ലോ. പണമില്ലായ്മ അത് എത്ര ക്ലാസ് എടുത്താലും സെയിമാണ്, രസമൊന്നുമില്ല. ഓക്കെ, എന്നാൽ നിങ്ങളോട് പറയുന്നു, ഒരു നിമിഷം നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കാവോ? ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. എല്ലാവരോടും പറയുന്നു, ഒന്ന് നിവർന്നിരുന്നിട്ട്, നിങ്ങൾ ഇരുത്തുന്ന നിവർന്നിരുന്നിട്ട് ഒന്ന് കണ്ണടച്ച് ഒരു 3 സെക്കൻഡ് 21 സെക്കൻഡ് നേരത്തെ ഒരു ടെക്നിക്ക് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നുമില്ല, ഞാൻ വേറെ ഒന്നും ചെയ്യില്ല. ജസ്റ്റ് 21 സെക്കൻഡ്. നിങ്ങൾക്കെല്ലാം കുറവുണ്ട് എന്ന് പറഞ്ഞവരല്ലേ? ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒന്ന് മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ. യഥാർത്ഥത്തിൽ ആവശ്യം പണമില്ലായ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യമല്ല. എത്ര പണമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് മാത്രം ടൈപ്പിംഗ് നിർത്തിക്കോളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിലൊന്ന് കൊണ്ടുവന്നേ. അത് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. എങ്കിലും നിങ്ങൾ അത് മനസ്സിൽ കൃത്യമായി കൊണ്ടുവരിക.
നിങ്ങൾ ആ കാര്യത്തെ ഒരുപാട് പ്രതീക്ഷിച്ചതാണ്, കാത്തിരുന്നതാണ്, കരഞ്ഞു പോയിട്ടുണ്ട്, അങ്ങനെ പൊട്ടിത്തെറിച്ചു പോയിട്ട് ആ സാധനം കിട്ടാത്തൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചു. എല്ലാം ശരി, എല്ലാം ഞാൻ സമ്മതിച്ചു. നിങ്ങൾക്ക് ഇതുവരെ അത് കിട്ടിയിട്ടില്ല, 10 വർഷമായി 15 വർഷമായി കിട്ടിയിട്ടില്ല, ഒക്കെ ശരിയാണ്. എല്ലാം അങ്ങനെ തന്നെയുണ്ട്, ഒരു മാറ്റവും വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ആ കാര്യം എന്താണ്, അതിനെ ഒന്ന് കൃത്യമായി മനസ്സിലൊന്ന് കൊണ്ടുവരിക. കൊണ്ടുവന്നല്ലോ, അത് അവിടെ തന്നെ ഉണ്ട്, തിരിച്ചു വന്നോളൂ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്, ആ സാധനം ഇനി മാറില്ല. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ജീവിതം മാറുന്നില്ല അല്ലെ? നമ്മുടെ ജീവിതം മാറുന്നതേ ഇല്ല. അല്ല, ജീവിതം മാറാത്തതാണോ നമ്മൾ മാറാത്തതാണോ? എന്താണ് യഥാർത്ഥം സംഭവിക്കുന്നത്? നമ്മൾ പറയുന്നത് ജീവിതം മാറുന്നേ ഇല്ല എന്നാണ്. എന്നാൽ ഞാൻ പറയുന്നു ജീവിതം മാറാത്തതല്ല, നമ്മുടെ ഫ്രീക്വൻസി മാറുന്നില്ല എന്നതാണ് ശരി. ഇതാണ് ഇതിന്റെ തത്വം. നമ്മൾ ഓരോ ദിവസവും 60,000 മുതൽ 70,000 വരെ ചിന്തകൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു, ഒരു മാറ്റവും ഇല്ല. അതിൽ 80% പഴയ ചിന്തകൾ മാത്രമാണ് കടന്നു പോകുന്നത്. അതിൽ 90% നെഗറ്റീവ് ചിന്തകളാണ്. എങ്ങനെയാണ് ജീവിതം മാറുക? അതാണ് നമ്മുടെ ജീവിതത്തെ ഒരു പെട്ടി പോലെ അടച്ചിട്ടിരിക്കുന്നത്. പഴയ ഭയങ്ങൾ, പഴയ പരാജയങ്ങൾ, മറ്റുള്ളവർ എന്തു പറയും, മറ്റുള്ളവർ പറഞ്ഞ വിമർശനങ്ങൾ, അവർ പറഞ്ഞ വാക്കുകൾ, തീവ്രമായ വാക്കുകൾ, ഇതെല്ലാം കൂടി നിങ്ങളുടെ എനർജിയെ താഴ്ത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് ഭാഗ്യമേ ഇല്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, എനിക്ക് ഒന്നും സാധിക്കുന്നില്ല, ഞാനൊരു ഫുൾ അൺലക്കിയായ മനുഷ്യനാണ്, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ നരകിച്ച് തീരാനായിട്ടുള്ളതാണ്, ഞാൻ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പറഞ്ഞിട്ടില്ലേ? നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് തോന്നുന്നു, തെറ്റാണെന്ന് തോന്നുന്നു? എന്നാൽ ഇതൊന്നും നിങ്ങളുടെ തെറ്റല്ല, നിങ്ങളുടെ വ്യക്തിയുടെ തെറ്റല്ല, പകരം നിങ്ങളുടെ മനസ്സ് പ്രോഗ്രാം ചെയ്തതിലുള്ള മിസ്റ്റേക്കാണ്, ആ പ്രോഗ്രാമിലുള്ള വിഷയമാണ്. അപ്പൊ എങ്ങനെയാണ് മനസ്സ് പ്രോഗ്രാം ആയത്? നമ്മളായി കയറ്റി വെച്ച ആ ധാരണകളിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തെ പ്രോഗ്രാം ചെയ്തത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ ഒന്ന് കണ്ണടച്ചിരുന്ന് ആ സംഭവത്തെ, നിങ്ങൾക്ക് വേണ്ട കാര്യത്തെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഞാൻ പറയുന്നു 90% ആൾക്കാർക്കും അത് കൃത്യമായി കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരു അവ്യക്തത, എനിക്ക് പണം വേണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സമാധാനം വേണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു വീട് വേണം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. വീട് വേണം എന്ന് പറഞ്ഞാൽ ഏതാ വീടല്ലാത്തത്? ഒരു ഓലയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീടല്ലേ? വീടാണ്. പക്ഷെ നമുക്ക് വേണ്ട വീടെന്താ? ഇല്ല, അത് എനിക്കറിയില്ല, ഫോട്ടോ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട വീടിന്റെ ഫോട്ടോ നിങ്ങളിലുണ്ടോ? ഇല്ല. ഏത് വീടാ വേണ്ടത്? ചിത്രമുണ്ടോ? ഇല്ല. സമാധാനം വേണം. എന്താണ് നിങ്ങൾ സമാധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലാരിറ്റി ഉണ്ടോ? ഇല്ല. പണം വേണം. എത്ര വേണം? ആലോചിക്കട്ടെ. എത്ര വേണം? 1 കോടി. എന്നിട്ടോ? അല്ല, ഓക്കെ, 1 കോടി റെഡിയാക്കാം. എന്നാലും ഒന്നല്ല, 1.5 കോടി ഇരിക്കട്ടെ. ആണോ? എവിടെയാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്? നമ്മുടെ ചിന്തകൾ എവിടെയാണ് യൂണിവേഴ്സ് നമുക്ക് നൽകുക? ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് പറയണം, ഒരാൾ പറയണം, എനിക്ക് നല്ല ബിസിനസ് വേണം. ശരി, എത്ര രൂപ വേണം? നല്ല ബിസിനസ് വേണം. അത് എത്രയാണ് ഈ ബിസിനസ്? അതിപ്പോ നല്ല ബിസിനസ് മതി. അപ്പൊ എത്രയാണ് ഈ നല്ല ബിസിനസ്? ഒരു തട്ടുകടക്കാരനെ സംബന്ധിച്ച് നല്ല ബിസിനസ് അവന് ഒരു 10,000 രൂപ ഒരു ദിവസം കിട്ടിയ നല്ല ബിസിനസ് അല്ലേ? ആണ്. പക്ഷെ ഒരു 5 സ്റ്റാർ ഹോട്ടലുകാരന് നല്ല ബിസിനസ് 10,000 കിട്ടുന്നതാണോ? അല്ല. അപ്പൊ എങ്ങനെ ഇത് നിർവചിക്കും? ഇതുണ്ടോ? ഇത് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ഈ പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടേ ഇല്ല, നമ്മൾ ചെയ്തു വെച്ചിട്ടേ ഇല്ല ഈ പ്രോഗ്രാം. പിന്നെങ്ങനെ? എത്രയാണ് ബിസിനസ്? ഓൾവേസ് കൗണ്ട് ഇൻ എ ഫിഗേഴ്സ്. എങ്ങനെയാണ് ബിസിനസിന്റെ ഫിഗർ കൗണ്ട് ചെയ്തിട്ടേ ഇല്ല? അപ്പോൾ എങ്ങനെയാണ് മാറ്റം ഉണ്ടാവുക? എങ്ങനെ മാറും? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇനിയൊന്ന് ചിന്തിച്ചു നോക്കി, എങ്ങനെ മാറും? എനിക്ക് പണം വേണം. എന്താ പണം ഇല്ലേ? 1 രൂപ മുതൽ 5 പൈസ ഉണ്ടല്ലേ, 5 പൈസ മുതൽ മുകളിലോട്ടുള്ള എല്ലാം പണമല്ലേ? അപ്പൊ എത്രയാ പണം? എന്നിൽ ആ പ്രോഗ്രാം ഇല്ല. ഇപ്പൊ ഞാനത് പറയുമ്പോഴും നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല, നമുക്ക് എത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം എനിക്ക് വേണ്ടതിന്റെ പ്രോഗ്രാം എൻ്റെ ഇല്ല. ഉണ്ടായാലല്ലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ
എന്തെങ്കിലും ചിന്തിക്കുന്നു എന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്നുണ്ടാവുന്ന ചിന്തകളല്ല, നമ്മളിൽ ഉള്ള ചിന്തകളാണ് നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത്. പുതിയതായിട്ടൊന്നും അവിടുന്ന് നമ്മുടെ തോട്ടിൽ നിന്നും ഒന്ന് പുതിയത് പൊട്ടി വരില്ല. ഉള്ളതിനെ മാറ്റിയെടുക്കുക മാത്രമേ പറ്റുള്ളൂ. ദാറ്റ് ഇസ് എ പ്രോഗ്രാമിംഗ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ എന്തുകൊണ്ടാണ് മാറാത്ത ജീവിതം? നമ്മൾ സെറ്റ് ചെയ്തു വെച്ചത് റോങ് ആണെങ്കിൽ ജീവിതം അങ്ങനെ പോവുള്ളൂ. സോ ഇവിടെ മൈൻഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് അത്രയും ആവശ്യമാണ്. കാരണം നമുക്കുള്ളതിനെ മാറ്റിയെടുക്കണം. പറ്റില്ല എന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം പറ്റുമെന്നാക്കണമെങ്കിൽ അവിടെ പറ്റും എന്ന വാക്ക് പറ്റില്ല എന്നുള്ളത് ഇല്ല, ഇന്നില്ല എന്നുള്ളത് കട്ട് ചെയ്തിട്ട് ആക്കി മാറ്റണം. അപ്പോഴേ പറ്റൂ. പക്ഷെ അതിന് തയ്യാറില്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഞാൻ 21 സെക്കൻഡ് പറഞ്ഞു? എന്താണ് 21 സെക്കൻഡ് കൊണ്ട് സംഭവിക്കുന്നത്? എന്തായി 21 കൊണ്ട് ഞാൻ പറയാൻ എന്തുകൊണ്ടാ 21 സെക്കൻഡ് എന്ന് പറഞ്ഞത്? ഇതൊരു മാജിക് ആയിട്ടുള്ള സംഖ്യയല്ല, മാജിക് ആയിട്ടുള്ള സെക്കൻഡ്സും അല്ല. റിയൽ സയൻസ് ആണ്, സ്പിരിച്വാലിറ്റിയാണ്. ന്യൂറോ സയൻസ് പറയാൻ 17 സെക്കൻഡ്സ് മുതൽ 21 സെക്കൻഡ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു പോസിറ്റീവ് കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്താൽ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഇഗ്നേറ്റ് ചെയ്യും. സയൻസ് ആണ്, ഇഗ്നേറ്റ് ചെയ്യും. സ്പിരിച്വാലിറ്റി പറയുന്നു 21 എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ന്യൂ വൈബ്രേഷൻ ആണ്. അവിടെ ഒരു വൈബ്രേഷനെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതല്ലേ നമുക്ക് വേണ്ടൂ. അപ്പൊ വീണ്ടും ഒരു ദീർഘനിശ്വാസം എടുത്ത് 21 സെക്കൻഡ് നമുക്ക് നോക്കാം. വീണ്ടും നിങ്ങൾക്ക് വിചാരിച്ച കാര്യത്തിലേക്ക്. നിങ്ങൾക്ക് വേണ്ട ആ കാര്യത്തെ 21 സെക്കൻഡ് നേരത്തേക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾ വിജയിച്ചു. അത്രയേ ഉള്ളൂ. 21 സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളൊന്ന് പിടിച്ചു നിൽക്കാം. ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ പോസാണ്. 21 സെക്കൻഡ് കണ്ണടച്ചുകൊണ്ട് പോകും അല്ലെ? തുടങ്ങിക്കോ. നിങ്ങൾ അതേ കാര്യം വേറെ ഒന്നും ചിന്തിക്കരുത്. 21 സെക്കൻഡ് നേരം. വണ്ടി ഓടിക്കുന്നവരെ നിങ്ങൾക്ക് ഇത് കാണരുത്. തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ മ്യൂസിക് ഒന്നും ഇട്ട് തരില്ല, ഒന്നുമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ നിൽക്കുക. ജസ്റ്റ് സ്റ്റാർട്ട് നൗ. യെസ്, എത്ര പേർക്ക് പറ്റി? ഒന്ന് ടൈപ്പ് ചെയ്ത്. ആ ഒറ്റ കാര്യം 21 സെക്കൻഡ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി എത്ര പേരുണ്ട് ഇവിടെ? സത്യസന്ധമായിട്ട് പറയാം. ഞാനത് മാത്രമേ 21 സെക്കൻഡ് ചിന്തിച്ചുള്ളൂ, വേറെ ഒന്നും ചിന്തിച്ചില്ല. ഞാൻ വേണ്ട, ഇപ്പൊ ലൈൻ എടുത്താൽ ശരിയാവില്ല. ഞാൻ പറയുന്നു, ഈ ടൈപ്പ് ചെയ്ത ആൾക്കാരിൽ 90% ആൾക്കാരും അതിന്റെ കൂടെ മറ്റ് ചില ചിന്തകൾ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഉറപ്പാണ്. വേണമെങ്കിൽ ഓക്കെ. അങ്ങനെ നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം. പ്രാക്ടീസ് ചെയ്തൊക്കെ മെഡിറ്റേഷൻ ഞാൻ പറയാം. നിങ്ങൾ നിത്യവും ഇവിടെ മെഡിറ്റേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഈ ആൾക്കാരിൽ ഇപ്പൊ ടൈപ്പ് ചെയ്ത ആൾക്കാർ പേരടക്കം വായിക്കാം. അത്രയും ആൾക്കാർക്ക് സുഖമായിട്ട് ഇത് പറ്റും. ഇതാണ് പവർ ഓഫ് മെഡിറ്റേഷൻ. അല്ലാത്തവർക്ക് ഇത് പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ വേണമെങ്കിൽ എടുത്തു നോക്കിക്കോ. ഡോക്ടർ രാജലക്ഷ്മി ആയിക്കോട്ടെ, റോജ ആയിക്കോട്ടെ, ജയശേഖർ, അമൂല്യ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ്. ഈ മെഡിറ്റേഷൻ എന്തിനാണ് പറയുന്നത് വെച്ചാൽ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ കണ്ട് നിങ്ങളുടെ ബ്രെയിൻ ഷിഫ്റ്റ് ആകും. പിന്നെ അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഓട്ടോമാറ്റിക് അതിലേക്ക് എത്തും. ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുന്നത്. ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകും. പിന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് പറയാം, നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല, സാധിച്ചില്ല എങ്കിൽ ഒന്നുമല്ല, ഡെയിലി യു ഷുഡ് ഫോക്കസ് ചെയ്തവർക്ക് ഇത് സാധ്യമാകും. അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ മിക്കതും ശരിയാവുകയും ചെയ്യും. ഇതൊന്നുമില്ല ഇവിടെ. ഇനി അതിന്റെ കൂടെ നിങ്ങൾ ഒരു 3-4 അഫർമേഷൻസും, നമ്മുടെ ഒരു പുസ്തകം ഉണ്ടല്ലേ, നമ്മുടെ അഫർമേഷന്റെ പുസ്തകം നിങ്ങൾ കണ്ടിട്ടല്ലോ, ജീവിത വിജയത്തിന്റെ രഹസ്യം. എന്തുകൊണ്ടാണ് ഈ പേര് ഞാൻ ഉണ്ടാക്കിയത്, ഇട്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജീവിതം വിജയിക്കണമെങ്കിൽ അഫർമേഷൻ ചെയ്യാത്ത ജീവിതം വിജയമാകാൻ വളരെ പ്രയാസമാണ്. കാരണം അഫർമേഷൻ എന്ന് പറയുന്നത് വിജയത്തിന്റെ നാഴികക്കല്ലാണ്. നിങ്ങൾ ഒരു വിജയം എന്ന് പറയുന്ന സംഭവം എന്താണോ അത് നിർവചിക്കണമെങ്കിൽ നിങ്ങൾക്ക് അഫർമേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അത് അഫർമേറ്റ് ചെയ്യാതെ, അറിഞ്ഞോ അറിയാതെയോ അഫർമേറ്റ് ചെയ്യാതെ സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരു കാര്യം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം സ്ഥിരീകരണം എന്നാണ്. സ്ഥിരീകരിക്കാതെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കിട്ടിയാലും അത് സ്ഥിരീകരിച്ചാലേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക.
അഫർമേഷൻ നമുക്ക് ഒരുപാട് അഫർമേഷൻസ് ഞാൻ ഇതിൽ 8 മേഖലകളായിട്ട് 108 അഫർമേഷൻ വെച്ച് തിരുത്തിയിട്ടുണ്ട്. ചിലത് ഏതാ വേണ്ടത് വെച്ച് സെലക്ട് ചെയ്തെടുക്കുക. കഴിഞ്ഞ വേർഷനിൽ പതിപ്പിൽ ചെറിയൊരു ടൈപ്പോട്ടിക്കൽ വിഷയം കൂടിയുണ്ട്, അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ വേർഷൻ വരുമ്പോൾ. അതാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം അതിനകത്ത്. അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബ്ലോക്കേജുകളെ നിങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നതാ. ഷീല മുകുന്ദൻ, ഇന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് വിഷ്വലൈസേഷന്റെ വിഷയം വരുന്നത്, ഇന്ന ചക്രയിലാണ് നിങ്ങൾക്ക് വിഷയമുള്ളത്. നിങ്ങളെല്ലാം എന്റെ ചക്രയുടെ സാധനം കണ്ടിട്ടുണ്ടാവും അല്ലെ? ഞാൻ പലർക്കും 1 to 1 എടുക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്ന സാധനമാണ് നമ്മൾ എങ്ങനെയാണ് ചക്ര നോക്കി കണ്ടുപിടിക്കുന്നതെന്നൊക്കെ. ഇതൊരു മെത്തേഡ്. ഇത് ഞാനിപ്പോ ഇവിടെ പരാമർശിക്കുന്നില്ല, കാരണം യൂട്യൂബിൽ അങ്ങനെ പബ്ലിക്കായിട്ട് എനിക്കത് പറയാൻ താല്പര്യമില്ലാത്തതാണ്. ഇതൊരു ഹീലിംഗ് തെറാപ്പിയുടെ ഭാഗം. ഇത് വെച്ച് നോക്കി നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി, മാറ്റമുണ്ടാക്കാൻ പറ്റും. ഇപ്പോ ഒരു കാര്യം മാത്രം, നിങ്ങളിപ്പോ ഈ ഒരു 21 സെക്കൻഡ് ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് എന്തോ ഒരു കോൺഫിഡൻസ് നിങ്ങൾ ബിൽഡ് ചെയ്തില്ലേ? ചെയ്തോ ഇല്ലയോ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇപ്പൊ ഇത് കണക്ട് ചെയ്തവർ പറഞ്ഞു നോക്കിയേ, 21 സെക്കൻഡ് ചെയ്തപ്പോ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തില്ലേ? യെസ്. അപ്പൊ നിങ്ങൾ നിത്യവും നിങ്ങൾക്ക് വേണ്ട കാര്യത്തിൽ ഇത് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നോക്കൂ, ഇവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി അതിനെ പ്രോഗ്രാം ചെയ്ത് ആ ഒരു കമ്മിറ്റ്മെന്റ് ലൂപ്പ് എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ സിസ്റ്റമാണ് കമ്മിറ്റ്മെന്റ് ലൂപ്പ് എന്ന് പറയുന്ന ആ ഭാഗം ആക്ടിവേറ്റ് ആവുകയാണ്. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു വേറെ ഒന്നും ചിന്തിക്കരുത്, നിങ്ങൾ അത് മാത്രമേ ചിന്തിക്കാവൂ. സോ യു ആർ ഇൻ ദ ലൂപ്പ്. നിങ്ങളുടെ ബ്രെയിൻ പറഞ്ഞു വേറെ ഒന്നും പറയരുതെന്ന് പറഞ്ഞു, ഞാനിത് മാത്രമേ. പണ്ടാരോ പറഞ്ഞിട്ട് നിങ്ങൾ ഇനി കുരങ്ങനെ കാണരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുരങ്ങനെ തന്നെ കാണും. കാരണം കുരങ്ങൻ എന്ന് പറയുന്ന കമ്മിറ്റ്മെന്റിനകത്ത് നമ്മൾ പെടും. ഈ ലൂപ്പ് നമ്മൾ കാണിച്ചു ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധ്യമാകും. പക്ഷെ ആ ലൂപ്പിന്റെ സിസ്റ്റം നമ്മൾ ചെയ്യണം. അപ്പൊ യൂണിവേഴ്സിനോട് നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാളും വലുത് എന്ത് സൈനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്, എന്ത് വികാരമാണ് നമ്മൾ കൊടുക്കുന്നത്. ആ എനർജിയാണ് യൂണിവേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലാക്കുക. പക്ഷേ വിജയൻ ഞാൻ പറയുന്നു, കിട്ടാത്തവരോട് പറയാണ്, ഇതിന് സമയം വേണം, ഇത് പഠിച്ചെടുക്കണം, നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം, എങ്കിൽ മാത്രമേ സാധ്യമാകുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ നിങ്ങളിലുള്ള ചിന്ത എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളത്, അതായത് വർഷങ്ങളായി നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വികാരമാണ് ഭാഗ്യക്കുറവ്, ഭയം, സംശയം, തെറ്റായ വിശ്വാസങ്ങൾ, മണി ബ്ലോക്കുകൾ, ഇമോഷണൽ ആയിട്ടുള്ള കുറെ വ്രണങ്ങൾ, ബോൺസ് നമുക്കുണ്ട്. ഇതെല്ലാം 21 സെക്കൻഡ് കൊണ്ട് മാറ്റാൻ സാധിക്കും? അങ്ങനെ സാധിക്കില്ല. അതിന് സമയമെടുത്ത് തന്നെ പോകണം. ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമ്മളെ പ്രോഗ്രാം ചെയ്തെടുക്കണം. ഫുൾ ട്രാൻസ്ഫോർമേഷൻ ഒരു ദിവസം നടക്കില്ല, സംഭവിക്കില്ല. ഇറ്റ്സ് എ പ്രോസസ്. മൈൻഡ് പ്രോഗ്രാമിംഗ് പ്ലസ് എനർജി അലൈൻമെന്റ് പ്ലസ് സബ് കോൺഷ്യസ് റീസെറ്റ് ചെയ്താൽ മാത്രമാണ് സംഭവിക്കുക. മനസ്സിനെ പ്രോഗ്രാം ചെയ്യണം, നമ്മുടെ എനർജി അതുമായിട്ട് യോജിപ്പിക്കണം, അതുപോലെ തന്നെ സബ് കോൺഷ്യസിനെ നമ്മൾ റീസെറ്റ് ചെയ്യണം. കാരണം നിലവിലുള്ളത് അവിടെ ഉണ്ടാവും. അപ്പോഴെന്താ സംഭവിക്കുക, നമ്മുടെ ബ്ലോക്കായ കാര്യങ്ങളെ റിമൂവ് ചെയ്യണം. ഞാൻ ഹിപ്നോസിസ്, ലോ ഓഫ് അട്രാക്ഷനും ജേർണി ടു ഹാപ്പിനെസിലും മൈൻഡ് ട്യൂണിയർ മൈൻഡ് സെറ്റിലും മാസ്റ്ററിംഗ് യുവർ മൈൻഡിലും പിന്നെ ജേർണി ടു സക്സസിലും ഒക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് റിമൂവ് ബ്ലോക്കേജുകൾ, എനർജി ക്ലീനിങ്. ഇപ്പൊ പല മെഡിറ്റേഷൻ നമ്മുടെ എല്ലാം എനർജി ക്ലൻസിങ് ആണ്. മണി വൈബ്രേഷൻ ആക്ടിവേറ്റ് ചെയ്യാത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ എത്ര വേണം കഴിച്ചോളൂ, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. 1 രൂപ മുതൽ ലക്ഷക്കണക്കിന് പേർക്ക് സ്വീകരിക്കാൻ തയ്യാറാണ്. അത് പറയാൻ എത്ര പേർക്ക് പറ്റും? 1 രൂപ കിട്ടിയാലും എന്നിലെ സന്തോഷവും 1 കോടി കിട്ടിയാലും എന്നിലെ സന്തോഷവും ഒന്നായിരിക്കുമോ? നിങ്ങളിലായിരിക്കുമോ? എന്നിലായിരിക്കും. കാരണം എല്ലാം മണി വൈബ്രേഷൻ ആണ്. 1 രൂപ കിട്ടിയാലും എന്നിൽ വൈബ്രേറ്റ് ചെയ്യും, 1 കോടി കിട്ടിയാലും വൈബ്രേറ്റ് ചെയ്യും. ഈ മണി വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ പിന്നെ യൂണിവേഴ്സ് പറയില്ലേ, ഇതെന്തിനാണ് ഇവന് 1 രൂപ കൊടുക്കുന്നത്, 1 കോടി കൊടുത്താൽ പോരെ? ഞാൻ പറയുന്നില്ല എനിക്ക് 1 കോടി തന്നെ വരണം, എന്റെ ഡിമാൻഡ് ഇല്ല, ഞാൻ എന്ത് കിട്ടിയാലും സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ വീണ്ടും 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 അത് ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് മണി വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. റിലേഷൻഷിപ്പിനകത്ത് എന്താ വിഷയം സംഭവിക്കുന്നത്? നമുക്ക് ഇത് തന്നെയല്ലേ. റിലേഷൻഷിപ്പിനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ഇമോഷണൽ ആയിട്ടുള്ള കുറെ വിഷയങ്ങൾ ഇതല്ലേ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നത്. അതിനെയും ഹീൽ ചെയ്യാൻ ഇത് തന്നെയാണ് മെത്തേഡ്. കാരണം ആ സാധനത്ത് പുറത്ത് കിടന്നാൽ മതി.
ഹെൽത്തിന്റെ വിഷയം എന്താണ്? നമുക്ക് ഹെൽത്തിൽ ഉണ്ടാവുന്ന എന്താണ്? അയ്യോ, ഞാൻ എഴുന്നേറ്റാൽ വീണ് പോകുമോ? ഭയം. ഞാൻ നടക്കുമ്പോ കാല് മുന്നോട്ട് പോകുമോ? അല്ലേ, ഭയക്കുന്നില്ലേ? ആർക്കും പറയല്ലേ? അങ്ങനെയല്ല, കാല് നടക്കുമ്പോട്ടും അങ്ങനെ. അല്ലെങ്കിൽ ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ട് വേദനിച്ചാലോ? വയസ്സാകുമ്പോൾ പ്രായമാകുമ്പോൾ പോകുന്നതാണ്. എന്റെ നടു വേദനിക്കുന്നുണ്ടോ? തെറ്റായ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പിന്നെയല്ല, ആദ്യം നമുക്ക് സംശയമാണ്, എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോ ഇതെല്ലാം ഫ്രീക്വൻസി അലൈൻമെന്റിന്റെ വിഷയമാണ്, സബ് കോൺഷ്യസ് റീവയറിംഗിന്റെ വിഷയമാണ്. ഇതിലൂടെ കടന്നു പോകണം, സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ കടന്നു പോകണം. അപ്പോൾ 21 സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ടെസ്റ്റിംഗ് പോയിന്റുകളാണ്. 21 സെക്കൻഡ് കൊണ്ട് സാധിക്കും. പക്ഷേ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങളിൽ ആ എനർജി ഉണ്ടാവണം. ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം കൊണ്ട് ചോദിച്ചോട്ടെ, എത്ര വർഷമായി നിങ്ങൾ ചേഞ്ച് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു? 3 വർഷമായി, 5 വർഷമായി, 10 വർഷമായി, 20 വർഷമായിട്ട് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നു. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതേ പോയിന്റിൽ നിൽക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ക്ഷീണിതനാണ്, ടയേർഡാണ്. എന്താണെന്നറിയോ? നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ കൊണ്ട് എനിക്ക് ആരും ഒരു സപ്പോർട്ടില്ല ഇത് ചെയ്യാനായിട്ട്. എനിക്ക് മാറണം, ആഗ്രഹമുണ്ട്, പക്ഷെ ആരും എനിക്കറിയില്ല. അതാണ് ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഉദ്ദേശം. നമ്മളെപ്പോലുള്ള സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പോയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഫ്രീ സെഷൻ എടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ എനിക്ക് ചൂണ്ടിച്ച് കാണിച്ചതാ. സാറേ, ഇന്നയാണ് സാറിനെക്കാളും കൂടുതൽ ഫ്രീ ആയിട്ട് ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പെയ്ഡ് ക്ലാസ്സുകളുണ്ട്. ആദ്യം നിങ്ങൾ ഫ്രീ ക്ലാസ്സിലൂടെ മാറ്റം ഉണ്ടാക്കിയിട്ട് പെയ്ഡ് ക്ലാസ്സിലേക്ക് വരൂ, എന്നിട്ട് അവിടെ നിന്ന് മാറ്റം ഉണ്ടാക്കും. അങ്ങനെ ജീവിതം മാറട്ടെ. ഞാൻ അത്രയും ഓപ്പൺ ആയിട്ടാ പറയുന്നത്. ഇത്രയും സമയത്ത് എനിക്ക് പെയ്ഡ് ക്ലാസ് കൊടുത്താൽ എത്ര പൈസ കിട്ടുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു അഡ്വർടൈസ്മെന്റും കൊടുത്ത് ഞാൻ ഇങ്ങനെ ഡെയിലി അഡ്വർടൈസ്മെന്റ് വിട്ട് ഞാൻ നിങ്ങളെ 10,000, 25,000, 30,000, 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ ഇട്ട കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട്. അത് ഇട്ടിട്ട് നിങ്ങളോട് കയറൂ വരൂ എന്ന് പറഞ്ഞിട്ട് ഈ 1 മണിക്കൂർ അവർക്ക് പറഞ്ഞു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുന്നത്? എന്നിട്ടും ഞാൻ ഇത് ചെയ്യുന്നത് എന്തുകൊണ്ടാ? സാധാരണക്കാരിൽ മാറ്റം ഉണ്ടാവണം, നിങ്ങളിൽ മാറ്റം ഉണ്ടാവണം. എന്നിട്ട് വരൂ. എനിക്കും വേണം കാശ്, എനിക്കും വേണം, അല്ലെ? ഞാൻ കാശില്ലാതൊന്നും ആർക്കും നിൽക്കാൻ പറ്റും. നിങ്ങൾക്കും വേണം, എനിക്കും വേണം. സത്യമാണ്. അതിനകത്തൊന്നും ആരും ബന്ധമില്ല, അല്ലെ? അപ്പോഴല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. എന്നിട്ട് നൽകുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ഒറ്റക്കല്ല, കൂടെ ഞാനുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിനെ റീസെറ്റ് ചെയ്യാൻ തയ്യാറാവും. ഡീപ്പ് മെത്തേഡ് ഉപയോഗിച്ചു നിങ്ങൾ മനസ്സിന് റീസെറ്റ് ചെയ്യാൻ തയ്യാറാവൂ, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ തയ്യാറാവൂ. അപ്പോൾ മാത്രമാണ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന സന്ദേശമാണ് 111 111 555 222 333. ഇങ്ങനെ കാണുമ്പോൾ യൂണിവേഴ്സ് പറയും, നിങ്ങൾ ശരിയാണ്, പൊക്കോളൂ, കണ്ടിന്യൂ ചെയ്യൂ. ഇതിനേക്കാളൊക്കെ യൂണിവേഴ്സിന് സംസാരിക്കാൻ പറയുമെങ്കിൽ അശരീരി പറഞ്ഞവനെ, ഷീല മുകുന്ദൻ റെഡി ആയിരുന്നോളൂ, ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ പോയാൽ നിങ്ങൾ നന്നാവും, അശരീരി പറഞ്ഞേനെ. പക്ഷെ അശരീരി ഇപ്പൊ ഇല്ലല്ലോ, അല്ലെ? അതുകൊണ്ട് പകരം നമ്പറിന്റെ രൂപത്തിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ ജാനകിമണി പോലെ ആൾക്കാരെ ദൂതന്മാരെ പോലെ കൊണ്ടു തരുന്നുണ്ട്. ഞങ്ങൾ അഡ്വർടൈസ്മെന്റ് ഒന്നും പറയുന്നില്ല, ഞങ്ങൾ ആരെയും വിളിക്കുന്നുമില്ല. കാരണം എന്താ? നമ്മൾ അതിനനുസരിച്ച് എല്ലാം കൊടുക്കുന്നത്. നിങ്ങൾ ഇനഫ് മതി, നിങ്ങൾ ഇത്തിരി കഷ്ടപ്പെട്ടത് മതി. ഇനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട. ഇനി നിങ്ങൾ ജീവിതത്തെ മാറ്റാൻ തയ്യാറാവൂ, ചില കാര്യങ്ങൾ പഠിക്കൂ, എന്നിട്ട് മാറും. ചെറിയ കോഴ്സുകളുണ്ട്, വലിയ കോഴ്സുകളുണ്ട്, പഠിക്കൂ. ഫ്രീ കോഴ്സുകളുണ്ട്, ഇരുന്ന് പഠിക്കൂ, മാറും ജീവിതത്തെ. ഒറ്റ കാര്യം മനസ്സിലാക്കുക സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പൊ പറഞ്ഞ 21 സെക്കൻഡ് നിങ്ങൾക്ക് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, ഒരു വിത്ത് ഇട്ടുവെത്തരിക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ വിത്തിട്ടത് കൊണ്ട് വിളവുണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. വിത്തിട്ട് അതിനെ നോക്കി പരിപാലിച്ച് വെള്ളവും വളവും കൊടുത്താൽ മാത്രമാണ് അതിൽ പൂക്കൾ ഉണ്ടാവുക എന്ന് മറക്കാതിരിക്കുക. അപ്പൊ നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കുക, ഒരു സ്മോൾ ഡിസിഷൻ എടുക്കുക. എത്ര ലക്ഷം രൂപ നിങ്ങൾ ജീവിതത്തിൽ കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചെലവാക്കിയിട്ടുണ്ട്? ഒരു 7,000 രൂപ ചെലവാക്കിക്കോളൂ. മാറ്റം തൃശ്ശൂർ വന്നോളൂ, കണ്ടോളൂ, പറയൂ എന്താ നിങ്ങളുടെ വിഷയം. ഞാൻ പറഞ്ഞു തരാം സൊല്യൂഷൻ. ഇതുപോലെ ക്ലാസ്സുകളല്ല, തൊട്ട് കണ്ട് പറഞ്ഞു തരാം മാറ്റാനായിട്ട്. നേരിട്ട് കണ്ടവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്നോട് പറ, സാറിനെ കണ്ടിട്ട് എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയാം നിങ്ങൾക്ക് എന്തുകൊണ്ട് മാറ്റം വന്നിട്ടില്ല. ഇതുവരെ വന്നവരെല്ലാവരും, ഇവിടെ നിൽക്കുന്നവരെല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടായവർ മാത്രമാണ്, ഞാനും നിങ്ങളും അടക്കം. ഇവിടെ നിൽക്കാത്തവര് മാറ്റം ഉണ്ടായെന്ന് എനിക്ക് പറയേണ്ട ഒരു കാര്യമില്ല. അത് അവരവരുടെ ചോയ്സാണ്. ഞാൻ അവർ മാറ്റം ഉണ്ടായിരുന്നു ഇല്ല എന്നും ഞാൻ പറയുന്നില്ല.
നിങ്ങളുടെ ചോയ്സ് ആണ്. വേണോ നിൽക്കൂ, ഇതിനേക്കാളും ഫ്രീ സെഷൻസ് ഒന്നും തരാൻ എനിക്കോ, നമ്മൾ എന്നും ഉണ്ടാവും എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ ജീവിതം മാറ്റാനുള്ള സ്റ്റെപ്പ് നിങ്ങളാണ് എടുക്കേണ്ടത്. മുഴുവൻ ജീവിതത്തെ ദിശ മാറ്റാനുള്ള പ്രക്രിയകളാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും ഓരോ മെഡിറ്റേഷനുകളും എല്ലാം അതിൽ തന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. വീണ്ടും പറയുന്നു, തൃശ്ശൂർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പല സാധനങ്ങളും ഞാൻ തൃശ്ശൂർ നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കൊണ്ടുവരാനായിട്ട്. സ്റ്റോണുകളായാലും ബ്രേസ്ലെറ്റുകളായി കഴിഞ്ഞാലോ പല ടൈപ്പ് ഓഫ് ബ്രേസ്ലെറ്റുകളോ നമ്മുടെ സ്റ്റോണുകളോ അങ്ങനെ പല പല കാര്യങ്ങളും, ഉപ്പുകൾ, അങ്ങനെ പല പല സാധനങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ എനർജി ഒന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സുകൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. തൃശ്ശൂർ പ്രോഗ്രാമിൽ വരിക, നമ്മൾ നേരിട്ട് കാണാം. ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഓരോ നിമിഷവും സമയം കളയാനില്ല, അനാവശ്യമായിട്ട് കളയാനില്ല. ആക്ഷൻ, പ്രവർത്തിക്കൂ. പ്രവർത്തിക്കാതെ കണ്ണടച്ചിരിക്കരുത്. നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതകരമായ മാറ്റം ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എന്നും ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാവട്ടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്ഭുതമായ ആ ദിവസം തൃശ്ശൂരിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓരോ ദിവസത്തെ മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക. താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ശരി. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ.